ഓക്കെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സർഗോത്സവം കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിയത് 16ാമത് വർഷമാണ്. പല കാരണങ്ങൾ കൊണ്ടും ഭൗതിക സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടും ഒരു കറുത്ത കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടൊക്കെ ഇത് ഇത്തവണ അവിടെയും അതിജീവനത്തിന്റെ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് നമ്മൾ ഈ സർഗോത്സവം, ഇത്തവണത്തെ സർഗോത്സവം നമ്മൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വെർച്വലായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തവണ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതിൽ സാഹിത്യ മത്സരങ്ങളിലും പ്രസംഗത്തിലും ഒക്കെ ഒരു വർക്ക്ഷോപ്പ്, ഇതുപോലുള്ള വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ ഓരോ രംഗത്തും പ്രഗത്ഭരായവരെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വർക്ക്ഷോപ്പ് നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ശ്രീമതി മഞ്ജു ഒക്കെ നമ്മളൊപ്പം ഇരിക്കുന്നത്. മലയാളത്തില് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കവയത്രിയെ നമുക്കിന്ന് കിട്ടിയതും ഇത് വെർച്വൽ മീഡിയം ആയതുകൊണ്ട് തന്നെയാണ്. നമുക്ക് സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ഉദ്ദേശം ഈ സർഗോത്സവത്തിൽ കുട്ടികൾ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല. കാരണം നമ്മൾ ഓരോ ഐറ്റത്തിലും ചില ഐറ്റങ്ങൾ വളരെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, ചിലർ കുറവാണ്. എന്നിരുന്നാലും എല്ലാ ഐറ്റത്തിലും നമ്മൾ ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത് ഈ സർഗോത്സവം പങ്കെടുക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് പിന്നീട് അങ്ങോട്ട് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും പിന്നെ ഏത് രംഗത്തായാലും ഏത് തലങ്ങളിലായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് ഒരു എക്സ്പോഷർ കിട്ടണം, അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാനുള്ള ചെറിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതുവരെ എല്ലാ വർക്ക്ഷോപ്പും നമ്മൾ നടത്തി. കവിതാ മത്സരങ്ങൾ വരുന്നത് അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഈ ദിവസം ഈ വീക്കെൻഡ്സിലാണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. സംസാരിക്കാത്തവരെല്ലാവരും മ്യൂട്ട് ചെയ്യുക. അവർക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വർക്ക്ഷോപ്പാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഏകദേശം ധാരണ ഞാൻ പറയാൻ വേണ്ടിയിട്ടും നമ്മുടെ എന്താണ് നമ്മുടെ ഉദ്ദേശം, സംഘടനയുടെ ഉദ്ദേശം തന്നെ നിങ്ങൾ എല്ലാവരും ഇത്തരം എല്ലാ രംഗങ്ങളിലും പ്രാവീണ്യമുള്ളവരാക്കുക. അതിന് നമ്മുടേതായ സംഭാവനകൾ, ടിപ്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക, അറിയാവുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശമായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ഫോർമൽ ഇനാഗ്രേഷൻ. ഇന്ന് ശ്രീമതി മഞ്ജുവിനെ സ്വാഗതം ചെയ്യുന്നത് മറ്റൊരു കവിയാണ്. ഇന്ന് കവിയത്രി ഇപ്പൊ യൂണിസെക്സ് ആയതുകൊണ്ട് കവി എന്നുള്ള ഒരൊറ്റ സംജ്ഞ കൊണ്ട് എല്ലാം അഡ്രസ് ചെയ്യാൻ തോന്നുന്നു. മറ്റൊരു കവിയാണ്. വളരെ നിശബ്ദയായി ഈ കാവ്യരംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. നമുക്കൊരു സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങളുടെ കേന്ദ്ര സമിതി അംഗങ്ങളായിട്ടുള്ള ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ സഹിച്ചേച്ചി എന്ന് വിളിക്കുന്ന സതിദേവി അരക്കൽ. പ്ലീസ് ഓവർ ടു യു. അതിജീവനം കലയിലൂടെ എന്ന ശ്ലോകവുമായി ജനസംസ്കൃതി. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ചില ശബ്ദം വരുന്നു, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മ്യൂട്ട് ചെയ്യ എല്ലാവരും, ആരും കേൾക്കുന്നില്ല ചിലർ. നമ്മുടെ സർഗോത്സവം 2020 നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞു കവികളെ, ഇന്നത്തെ കവികളെ, നാളത്തെ കവികളെ, ഒരു കുഞ്ഞു കവി ഹൃദയവുമായി 35 വയസ്സിന് താഴെയുള്ള എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് ശ്രീമതി മഞ്ജു വൈഖരിയുടെ മുമ്പിൽ ഉള്ളത്. ഔപചാരികമായി ജനസംസ്കൃതിയുടെ പേരിൽ ഞാൻ സ്വാഗതം പറയുന്നതോടൊപ്പം നമ്മുടെ ഈ കുട്ടി കവികളോട് അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കവികളോടും ജനസംസ്കൃതിയുടെ മറ്റ് വിഭാഗങ്ങളുമായി ഇത്തവണ ഈ ബുദ്ധിമുട്ടുള്ള സമയം ആദിത്യ അത് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആദിത്യ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഈ കോവിഡിന്റെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് നമ്മൾ നടത്തുന്ന ഈ സർഗോത്സവം 2020 ഇതിൽ കിട്ടിയ ഒരു പോസിറ്റീവ് വശം, ഒരു സൗഭാഗ്യമാണ്. വളരെ പ്രഗത്ഭരായ ഗോപാൽ ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. സതിചേച്ചി ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. സതിചേച്ചി പ്ലീസ് അൺമ്യൂട്ട്. കലാരംഗത്തുള്ള പലരെയും, പ്രഗത്ഭരായ പലരെയും നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ വെർച്വൽ മീറ്റിങ്ങുകളിലൂടെ നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇത്തവണ സർഗോത്സവത്തിന്റെ ഭാഗ്യമാണത്. ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ, വിപരീത വശങ്ങൾ നമുക്ക് ഈ കോവിഡ് കാലം കൊണ്ട് ഉണ്ടെങ്കിലും അതിൽ വന്ന ഒരു പോസിറ്റീവ് വശമാണ്
ഈ കിട്ടിയ ഒരു അനുഗ്രഹം. ജനസംസ്കൃതിയുടെ പേരിൽ ഞാൻ ശ്രീമതി മഞ്ജു വൈഖരിയെ സ്വാഗതം ചെയ്യാണ്. കൂടുതൽ പറയുന്നില്ല. ഇനി കവയത്രിയെ കൂടുതൽ പരിചയപ്പെടും, നിങ്ങൾ നേരിട്ട് പരിചയപ്പെടും. കാവ്യരംഗത്ത് വളരെ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവയത്രിയാണ്. അതുപോലെ മടുപ്പില്ലാതെ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു കവയത്രിയാണ്. മടുപ്പ് എന്നതിനെ കുറിച്ച്, മടുപ്പെന്നുള്ള ഒരു ഉപ്പ് കലർന്നാൽ മധുവിന്റെയും മധുരം കുറയും എന്ന് എഴുതിയിട്ടുള്ള ഒരു കവയത്രിയാണ്. അപ്പൊ യാതൊരു മടുപ്പുമില്ലാതെ നിങ്ങൾക്ക് സമ്മതിക്കാം. കലയുമായി നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിന് ഇവിടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് ആ രംഗത്ത് നിങ്ങൾ വളരെയധികം പ്രശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഏവർക്കും ജനസംസ്കൃതിയുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഏവർക്കും ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്. ശ്രീമതി മഞ്ജു വൈഖരിക്ക് ജനസംസ്കൃതിയുടെ പേരിൽ ജനസംസ്കൃതി കുടുംബത്തിലേക്ക് 1-2 മണിക്കൂർ സമയത്തേക്ക് ഞങ്ങളുടെ കുട്ടികളോട്, കാവ്യരംഗത്തുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംവദിക്കുന്നതിനായി സ്വാഗതം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോ പറഞ്ഞ പോലെ തന്നെ മലയാള കവിതാ രംഗത്ത് വളർന്നു വരുന്ന, അല്ലെങ്കിൽ ഇതിനോടകം സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒരു കവയത്രിയാണ് മഞ്ജു വൈഖരി. സന്തോഷമുണ്ട്, അത് എൻ്റെ നാട്ടുകാരി കൂടിയാണ് എന്ന് പറയുമ്പോൾ. ഒരുപക്ഷെ വളരെ അടുത്താണ് മനസ്സിലായത് എങ്കിലും ആ രീതിയിലും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കുട്ടികളിൽ എങ്ങനെ കവിത എന്നുള്ള ഒരു കാവ്യ ശാഖ, അല്ലെങ്കിൽ കവിത എന്നുള്ള ഒരു സാഹിത്യ രൂപം അത് എങ്ങനെ എഴുതി പ്രതിഫലിപ്പിക്കണം എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ചില ടിപ്സ് കൊടുക്കലാണ്. തീർച്ചയായിട്ടും കവിതയിൽ നമ്മൾ പറയുന്ന കവിത എന്നുള്ള ഒരു എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോഡിയുടെ ആ സ്ട്രക്ചർ എന്തായിരിക്കണം എന്നുള്ളത്. പലപ്പോഴും കവിതയിൽ വരേണ്ടത് ഭാവനയാണല്ലോ. ഭാവന, അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം എങ്ങനെയാണ് കവിതാ രൂപത്തിൽ, കാവ്യരൂപത്തിൽ എഴുതാൻ കഴിയുക എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ധാരണയുണ്ടാക്കുക. ഭാവന കൃത്യമായി ആശയം മനസ്സിലുണ്ടെങ്കിൽ എഴുതുന്നത് മലയാളത്തിലോ ഗുജറാത്തിയിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അറബിയിലോ തമിഴിലോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ആ ഭാവന എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കവിതയിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്രതിഫലിക്കുമ്പോഴാണ് പല കവികളും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിരാത്ര തത്വശാസ്ത്രത്തെയും എന്ന് വയലാർ ഗർജിച്ചപ്പോൾ ആ ഗർജത്തോടൊപ്പം നമ്മൾ ചേർന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു നിങ്ങൾ, ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു എന്ന് ONV പറഞ്ഞപ്പോഴും ഒപ്പം നമ്മൾ പാടിയതും അതിലൊക്കെ എന്തൊക്കെയോ കാവ്യാംശം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് കടപിട ചോദിച്ചപ്പോൾ ഒപ്പം ചോദിച്ചുകൊണ്ട് നമ്മൾ പിന്നാലെ നടന്നതും ആ ഇതിലും വലിയ അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇപ്പൊ ചെറിയ കവിതകൾ കൊണ്ടായാലും വലിയ ആശയങ്ങൾ കൊണ്ടായാലും ഒരു കവിതയെ എങ്ങനെ പ്രതിഫലിപ്പിക്കാം, അത് കവിതയ്ക്കുടെ സാമൂഹ്യ ധർമ്മം എങ്ങനെയായിരിക്കണം, അതിലുള്ള കവിതകൾ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഒരു എഴുതുമ്പോൾ എവിടെയെങ്കിലും കവിത ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ മഞ്ജു വൈഖരിയുടെ കാര്യം സൈതയും പറഞ്ഞു. ഞാനിപ്പോൾ അടുത്ത് അവരുടെ കവിത വായിച്ചത് ഇങ്ങനെയാണ്. അത് വളരെ ഇഷ്ടപ്പെട്ട പലതും വായിച്ചിട്ടുണ്ടെങ്കിലും രാവിലെ പൂന്തോട്ടത്തിൽ പൂക്കൾ വിരിയുന്നതിന്റെ ശബ്ദകോലാഹലം കൊണ്ട് പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വളരെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, എന്താ പറയുക, വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഭാവന ചിറക് വിരിച്ചതാണ്. ഒരു പക്ഷെ നമുക്കൊന്നും തോന്നാൻ കഴിയാത്തതാണ് ഒരു കവി കാണുന്നത്, കവി എഴുതുന്നത്, കവി പറയുന്നത്, കവി ചിന്തിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭാവനകൾ ഒളിച്ചിരിക്കുന്നവരാണ് നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നിങ്ങളിൽ എല്ലാവരും. അത് എങ്ങനെ പുറത്തു കൊണ്ടുവരണം, അത് ഏത് രൂപത്തിൽ, അത് ഏതെല്ലാം തലത്തിൽ കൊണ്ടുവരണം, വൃത്തമുള്ളത് വേണോ വൃത്തമുണ്ടാവത്ത് വേണം എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വൃത്തമല്ല, അല്ലെങ്കിൽ റൈമ ഇതൊന്നല്ല പ്രശ്നം. പക്ഷെ നിങ്ങളുടെ ആശയത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഒരു കവിത എന്താണ്, കവിത എങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ശ്രീമതി മഞ്ജു വൈഖരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു കവിയത്രി എന്ന നിലയിലേക്ക് അവിടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഒരിക്കലും അധ്യാപകരെല്ലാം തികഞ്ഞവരായിരുന്നു ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. കുറച്ചു നേരം അവർ നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഇന്ററാക്ഷൻ. അപ്പോൾ നമുക്ക് 2 മണിക്കൂറും ഒന്നും നമുക്ക് ചിലവഴിക്കുന്നില്ല. ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ വർക്ക്ഷോപ്പും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കാനുള്ള ഞങ്ങളുടെ എളിയ സംരംഭമാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സന്തോഷവും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നൗ ഓവർ ടു മഞ്ജു പ്ലീസ്. ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ജനസംസ്കൃതിയുടെ
സർഗോത്സവം 2020 ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനവുമുണ്ട്. ശില്പ മാഡവും ശശിയേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ. ഒരു വർഷത്തോളമായി ഇങ്ങനെ അടച്ചിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്നൊക്കെ മാറി ഒതുങ്ങി അതൊക്കെ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് സത്യത്തില് ശരിക്കും നമ്മളെ തിരിച്ചറിയുന്ന ഒരു വലിയ തിരക്കും ബഹളത്തിൽ നിന്ന് ഇങ്ങനെ മാറിയിരുന്ന് നമ്മളെ കുറിച്ചൊക്കെ ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു സമയം എന്ന് പറയാം. അപ്പൊ ഇത് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകൾക്ക് നമ്മള് പോസിറ്റീവായിട്ട് എങ്ങനെ എടുക്കാൻ സാധിച്ചെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങള്, സർഗോത്സവം എന്ന് പേരിട്ടിട്ടുണ്ടല്ലോ, എന്താണ്, അതിജീവനത്തിനായിട്ട്, കല അതിജീവനത്തിന്. തീർച്ചയായിട്ടും കല, സാഹിത്യം ഈ മേഖലകളാണ് നമ്മളെ ഇതിന് സഹായിച്ചിട്ടുള്ളത്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. ഇവിടെ അതെ കേരളത്തിലും ഒരുപാട് പുക്കാസയുടെയൊക്കെ അതുപോലെ പല സംഘടനകളും ഇതുപോലെയുള്ള കലാപ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ, മീറ്റിങ്ങുകൾ എല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്യാം. അപ്പോൾ ശില്പ മാഡം പറഞ്ഞ പോലെ എനിക്കും പങ്കെടുക്കാൻ പറ്റിയത് അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഡൽഹിയിൽ നിങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയിൽ ഞാൻ എങ്ങനെ വരാനാ? എനിക്ക് ഇത് എന്നെ ഇതിന് കവിത എങ്ങനെയാ എന്നെ ഇതിലേക്ക് മുമ്പൊരു നിങ്ങൾ ചൊല്ലുന്ന കവിതകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ പേര് കവിത ചൊല്ലുന്നത് വീഡിയോസ് അയച്ചു തന്നിട്ട് അത് ഭയങ്കര രസമായിരുന്നു. അത് നല്ല സന്തോഷമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഒരു മത്സരം നടത്തിയിരുന്നു, കവിതാ മത്സരം അതിൻ്റെ. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് കവിതയോടുള്ള താല്പര്യം, നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ മുൻ ധാരണയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇതിനെ ക്ഷണിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരണ്ടു എന്നുള്ളതാണ് സത്യം. ഞാനത് വിളിച്ച ആളുകളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം കവിത ഒന്ന് എൻ്റെ ഒരു തോന്നൽ എന്താ വെച്ചാൽ, കവിത അങ്ങനെ എഴുതാൻ പഠിപ്പിക്കാൻ പറ്റില്ല. അത് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഒരാൾ പഠിച്ചാൽ എഴുതാൻ പറ്റുന്ന കാര്യമല്ല കവിത, അത് ഉറപ്പുള്ള സംഗതിയാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഒന്നും പഠിപ്പിക്കാൻ ഇതുള്ള ആളല്ല ഞാൻ. അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കിപ്പോഴും ബോധ്യമായിട്ടൊന്നുമില്ല. അപ്പൊ വിളിച്ച ആളുകൾ എനിക്ക് ധൈര്യം തന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ എനിക്ക് കവിത അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അറിയാവുന്നത് പറഞ്ഞാൽ മതി. അപ്പൊ കുട്ടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും. മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണ്. എന്തായാലും മലയാള കവിതയോട് താല്പര്യമുള്ളവരാവുമല്ലോ ഇങ്ങനെയുള്ള ഒരു ഇതിന് വരിക. അപ്പോൾ അങ്ങനെയുള്ളവരോട് കവിതയെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങള്, മലയാളം മാത്രമല്ല ഇംഗ്ലീഷും കവിതകളോട് താല്പര്യമുള്ളവരെന്ന് പറയണം. കവിത ആയിക്കോട്ടെ. ഇപ്പൊ കവിതയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഇന്ന ഒരു ഭാഷയിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഇപ്പൊ. നമുക്കതിലേക്ക് വരാം. അപ്പൊ അങ്ങനെ കവിതയോട് താല്പര്യമുള്ളവരോട് എനിക്ക് അറിയാവുന്നത് പങ്കുവയ്ക്കാൻ വളരെ സന്തോഷമുള്ളൂ. എന്താണ് കവിത എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞപ്പോ അത് എങ്ങനെയാ പറയേണ്ടതെന്ന് വെച്ചാൽ പലർക്കും പലതാവുകയാണ് കവിത. ചിലര് പറയും നമ്മുടെ മുറിവുകൾക്ക് ഒരു ഔഷധമാണ് കവിത എന്ന് ചിലര് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം. കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ചിലര് അങ്ങനെ പറയും, മുറിവുകൾക്ക് ഔഷധമാണ് ഒരു കവിത എന്നാല്, മരുന്നാണ്. നമ്മൾ തനിച്ചാവുന്ന സമയത്ത് നമ്മുടെ കൈ പിടിക്കുന്നു കവിത, നമ്മുടെ കൂട്ടുവരുന്നു കവിത, അങ്ങനെ ചിലര് അനുഭവപ്പെടുന്നുണ്ട് കവിത. വാട്ട് ഈസ് പോയട്രി എന്നാണ് നമ്മുടെ പ്രശ്നം. എഴുതുന്ന ആളുകൾക്കും വായിക്കുന്ന ആളുകൾക്കും ഒക്കെ വാട്ട് ഈസ് പോയട്രി എന്നുള്ളതിന് പല ഉത്തരങ്ങളും പല കോൺസെപ്റ്റുകളും ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. ആക്ച്വലി പോയട്രി ഈസ് ക്യൂൻ ഓഫ് ലിറ്ററേച്ചർ എന്നത് പരക്കെ സമ്മതിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. ക്യൂൻ ഓഫ് ലിറ്ററേച്ചർ, ഭാഷയിലെ റാണിയാണ് കവിത. കവിത എന്ന ശാഖ സാഹിത്യത്തിലെ റാണിയുടെ സ്ഥാനമാണ് നമ്മൾ കവിതയ്ക്ക് കൊടുക്കുന്നത്. Poetry is a literature that evokes a concentrated imaginative awareness of experience or a specific emotional response through language chosen and arranged for its meaning, sound and rhythm. ഇത്
വേർഡ് ഈസ് പോയട്രി എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് ബ്രിട്ടാനിക്ക അവരുടെ സൈറ്റിൽ നിന്നാണ് തോന്നുന്നു, അതിൽ കാണുന്ന ഒരു ഡെഫിനിഷനാണ്. ഇതൊന്നുമല്ല, ഇത് മാത്രമല്ല, ഇത് പോയട്രി എന്നുള്ളതിനൊരു ആ വാക്കിന്റെ ഒരു അർത്ഥം നമുക്ക് പറഞ്ഞു തരണമെന്നുള്ളൂ. ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് കവിത, ഇങ്ങനെ മാത്രം ഒരു ഇതായിട്ട് വെക്കാൻ പറ്റില്ല. ഇതിലെന്താ പറയണേ, നമ്മൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ഒരു സ്പെസിഫിക് ഇമോഷണൽ റെസ്പോൺസ് അതുണ്ടാവുമ്പോൾ അതിനെ ഒരു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഷയിലേക്ക് അതിന്റെ ഒരു പ്രത്യേക ഫോമാറ്റിൽ പകർത്തി വെക്കുന്നതാണ് കവിത എന്നവർ പറയുന്നുണ്ട്. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ 20-ാം നൂറ്റാണ്ടിലെ ഒരു ദാർശനികനും ഒക്കെ ആയിട്ടുള്ള ഒരു ജോൺ ബെർജർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ, എൻ്റെ പുസ്തകത്തിൽ ഡോക്ടർ സുനിൽ പേളയുടെ ഒരു പഠനമുണ്ട്, അതിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജോൺ ബെർജർ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ അനുഭവങ്ങൾക്കും പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ കവിത ആവശ്യമില്ലായിരുന്നു എന്നാണ്. എല്ലാ അനുഭവങ്ങൾക്കും പേരുകൾ, നമുക്കത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ കവിത വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പേരിട്ട്, അതായത് ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ട്, അയ്യോ എന്തായി കാണിത്, അങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ. ഈ ഇമോഷൻസ് നമുക്കറിയാം ഇന്നതാണ്, അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇമോഷൻസ് ആണ്. പേരുകളുണ്ട് അതിനൊക്കെ. പക്ഷെ എല്ലാ വികാരങ്ങളും അല്ലെങ്കിൽ എല്ലാ അനുഭവങ്ങളും അനുഭൂതികളും നമുക്കൊരു പ്രത്യേക പേരിട്ട് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാണ്ടും വയ്യാന്ന് വരും. ചില അനുഭവങ്ങൾ, ഇപ്പൊ നമ്മൾ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ചില കാഴ്ചകൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകളായിട്ടുള്ള ചില അനുഭവങ്ങൾ, ചില വാർത്തകൾ, ഇതുപോലെ ചില എന്തൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇമോഷണലി നമുക്കുണ്ടാവുന്ന ഒരു മൂവ്മെന്റ്, നമ്മുടെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ദിവസങ്ങളോളം അതിൻ്റെ ഒരു ആവലാതി കിടക്കും. അതിങ്ങനെ അതിനെ പറ്റി ചിന്തിക്കുക, അത് വല്ലാത്തൊരു അനുഭവമായിട്ട്, അപ്പൊ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്, ഒരാളോട് അത് പറയാൻ പറ്റില്ല, നമ്മൾ എന്താണ് അനുഭവിക്കണേന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചില അവസരങ്ങൾ വരും. അതൊക്കെ നമുക്ക് എല്ലാ മനുഷ്യർക്കും വന്നോളണമെന്നില്ല. എല്ലാ സംഭവങ്ങളെയും എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല അത് നോക്കിക്കാണാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു ആവശ്യം വരികയാണ്. ചില ആളുകൾക്ക് അവർക്ക് എല്ലാവരെയും പോലെ അല്ലാണ്ട് അത് അനുഭവപ്പെടുന്നു വ്യത്യസ്തമായിട്ട്. അപ്പൊ ആ അനുഭവത്തെ അവർക്ക് പകർത്തി വെക്കണം. ഈ അനുഭവങ്ങൾ പകർത്തി വെക്കുക എന്നുള്ളത് മനുഷ്യർക്കൊരു പ്രത്യേക കഴിവാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് മുമ്പുണ്ടായി, ഇപ്പൊ നമ്മുടെ പൂർവികർ, പഴയ മനുഷ്യര് പ്രാചീന കാലത്തൊക്കെ വേട്ടയാടി ഒക്കെ കഴിഞ്ഞിരുന്ന കാലത്താണെങ്കിലും അവരിപ്പോ ഇതുപോലെയുള്ള ചെറിയ സിംബൽസ് ഒക്കെ ഇങ്ങനെ ഗുഹാചിത്രങ്ങളൊക്കെ അടയാളങ്ങളായിട്ട് ഇട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പക്ഷെ അവരുടെ ആ ജീവിത ആയോധനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ട് വന്ന ചില കാര്യങ്ങളായിരിക്കാം ഈ അടയാളപ്പെടുത്തലുകൾ. അവര് ഇതെന്തിനാണ്, മനുഷ്യർ മാത്രമാണ് ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചും ഇപ്പൊ നടക്കുന്നതിനെ കുറിച്ചും ഇത് എല്ലാം കമ്പയർ ചെയ്ത് ചിന്തിച്ച് അടുത്ത് വരാൻ പോകുന്നതിനെ പറ്റി ഒരു ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഒക്കെ മനുഷ്യർക്കാണുള്ളത്. അപൂർവം ചില ജന്തുക്കളും അങ്ങനെ ചെയ്യുന്നു പറയുന്നു. പക്ഷെ ഇത് മനുഷ്യർക്കാണ് ആവശ്യമായിട്ട് വരിക. ഒരുപക്ഷെ ആ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതായിരിക്കും. അതിനു വേണ്ടി അയാൾ ഉപയോഗിച്ചിരുന്ന സങ്കേതങ്ങളാവാം. ഇപ്പൊ ഇണയോട് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സങ്കേതങ്ങൾ, അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ കലാരംഗത്ത് ഡാൻസ് ആയിട്ടും പാട്ടായിട്ടൊക്കെ വന്നതെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പൊ എന്തായാലും ഈ അനുഭവങ്ങൾ പകർത്താം. ഇപ്പൊ ഒരു ചിത്രകാരനാണെങ്കിൽ അയാളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു സങ്കല്പം, ഇപ്പൊ പല സങ്കേതങ്ങളുണ്ട്, അതിനെ പറ്റിയൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. അയാൾക്ക് ആ ഉണ്ടാവുന്ന തോന്നലുകൾ അല്ലെങ്കിൽ അയാളുടെ ആ ഫീലിംഗ് അയാളുടെ ടൂൾ ഉപയോഗിച്ച്, എന്താണ് പെയിന്റിങ് ബ്രഷോ അല്ലെങ്കിൽ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ അത് പകർത്തി വെച്ച് കഴിയുമ്പോൾ ഒരാശ്വാസമായി. അയാൾ എക്സ്പ്രസ് ചെയ്തു, ഇന്നതാണ് എൻ്റെ ആ അനുഭൂതി, ഇതായിരുന്നു എന്നിട്ട്. പിന്നെ അത് സഹൃദയരിലേക്ക് പോവാണ് അല്ലെങ്കിൽ ആസ്വാദകരിലേക്ക് പോവാണ്. അത് നമ്മളിപ്പോ ആലോചിക്കുന്നില്ല, നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ കവിയുടെ ടൂൾ എന്താണ്? അയാളുടെ ടൂള് തീർച്ചയായിട്ടും ഒരു പോയറ്റിന്റെ ടൂള്
ഭാഷ തന്നെയാണ്. ഭാഷയിലൂടെയാണ് അയാൾ ഈ വിവർത്തനം ചെയ്തു വെക്കേണ്ടത്. അയാൾക്ക് എന്താണോ അനുഭൂതി ഉണ്ടായത് അതിനെ ഭാഷ ഉപയോഗിച്ച് വിവർത്തനം ചെയ്ത് പകർന്നു കൊടുക്കുകയാണ്. ഒരു എന്താ പറയുക, ചിത്രകാരൻ ചിത്രം കൊടുക്കുന്ന പോലെ നമ്മള് കവികള് ഈ ഭാഷയിലേക്ക്, അത് ഏത് ഭാഷയായിക്കോട്ടെ, എപ്പോഴും നമ്മൾ കവികൾ ഉപയോഗിക്കാനുള്ള മാതൃഭാഷയിലായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് അയാൾക്ക് എഴുതാൻ പറ്റുക. അതുപോലെ ഹാൻഡിൽ ചെയ്യാവുന്ന ഏത് ഭാഷയിലും അയാൾക്ക് എഴുതാം. ആ ഭാഷ എന്ന് പറഞ്ഞാൽ വെറും ഒരു ടൂള് മാത്രമല്ല, അത് റെപ്രസെന്റ് ചെയ്യുന്ന വലിയൊരു സംസ്കാരം അതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഒരു ജനസമൂഹത്തിന്റെ തന്നെ സംസ്കാരത്തെയാണ് അത് ഇങ്ങനെ പതാക വാഹകരായിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരിക, ഓരോ ഭാഷയും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ വേറെ ഭാഷകൾ ഉപയോഗിക്കാൻ. വെറുതെ കുറെ വാക്കുകൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വേറൊരു വശം. എന്തായാലും കവി ചെയ്യേണ്ടത് ഇതാണ്. അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ, അതായത് അനുഭൂതികൾ, ഫീലിങ്സ്, ഇമോഷൻസ്, ആ മൂമെന്റിനെ ഭാഷ, ലാംഗ്വേജ് എന്ന ടൂളിലേക്ക് പകർത്തി വയ്ക്കും. വാക്കുകൾ ഉപയോഗിച്ച് പകർത്തി ചെയ്യണ്ടു. ഇതാർക്കും ചെയ്യാം. ആർക്കും കവിത എഴുതാം. ഗൂഗിൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇനി മുതൽ ആർക്കും കവിത എഴുതാം. 5 മിനിറ്റിന്റെ 3 മിനിറ്റിന്റെ ഒക്കെ വീഡിയോ ആണ്. രസമാണ് അത് കാണാനായിട്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പം അവർ ഉദാഹരണ സഹിതമൊക്കെ പറയും, ഇങ്ങനെ ചില ഇമേജുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ. അതൊക്കെ ശരിയാണ്, അവർ പറയണില്ല, തെറ്റൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ അത്ര എന്താ പറയാ, ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു കുറച്ചു നേരം ഇരുന്നിട്ട് ഇങ്ങനെ ടിപ്സ് പഠിച്ചിട്ട് എഴുതാവുന്ന ഒരു സംഗതിയല്ല മലയാള കവിത എന്ന് എനിക്ക് പറയാണ്ട് വയ്യ. ഭാഷയെ സ്നേഹിക്കുന്ന, കവിതയെ സ്നേഹിക്കുന്നവര് അറിഞ്ഞിരിക്കേണ്ട കുറച്ച്. ഇപ്പൊ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കവിതകളിലേക്ക് ഞാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കവിതയോടെ എനിക്ക് താല്പര്യം ആദ്യം തന്നെ എഴുതാൻ തോന്നിയിട്ടൊന്നും അല്ല കേട്ടോ. എഴുതാൻ തോന്നിയിട്ടല്ല ഞാൻ കവിതയോട് ഇഷ്ടം തോന്നിയത്. എനിക്ക് കവിതയോട് ഇഷ്ടം തോന്നിയത് കുട്ടിയായിരിക്കുമ്പോൾ കേട്ടിട്ട് തന്നെയാണ്. കവിതകൾ കേട്ടിട്ട് തന്നെയാണ്. മലയാള കവിതകൾ കേക്ക് തന്നെയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. വായനയും അല്ല, കേൾക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിയൊക്കെ ജ്ഞാനപ്പാന ചൊല്ലും, കീർത്തനങ്ങൾ ചൊല്ലും. അതിൻ്റെ കൂടെ ജ്ഞാനപ്പാന, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമായിടുവാൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഇങ്ങനെ ഒഴുക്കിലങ്ങനെ ചൊല്ലിപ്പോവും. ദിവസം ഒന്ന് തന്നെയാ ചൊല്ലുമെങ്കിലും അതൊരു രസമായിരുന്നു എനിക്ക്. എൻ്റെ രാവിലെകളിൽ അതിങ്ങനെ ഒരു താളമായിട്ട് അത് കേട്ടിട്ടാണ് തുടങ്ങുക ദിവസം. അപ്പൊ അതൊരു സുഖമായിരുന്നു. അതുപോലെ വരികൾ മിക്കവാറും അങ്ങനെ കാണാണ്ട് അത് നമ്മൾ പഠിച്ചു പോവും അതിന് ദിവസം കേൾക്കുമ്പോൾ. അതൊരു രസമായിരുന്നു. അപ്പൊ അത് കവിതയാണെന്നോ അല്ലെങ്കിൽ ഭാഷയുടെ ഒരു ട്രിക്ക്, ഒരു പ്രത്യേക ഒരു എന്താ പറയാ വിന്യാസമാണെന്നോ അല്ലെ വാക്കുകളുടെ വിന്യാസം, അതിനെ കുറിച്ചൊന്നും ഞാൻ ബോധേഡല്ലോ, ചെറിയ കുട്ടിയല്ലേ, അതൊന്നും അറിയില്ല. പിന്നെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് കവിത എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഞാൻ 4ാം ക്ലാസ് വരെയാണ് മലയാളം ഇതായിട്ട് പഠിച്ചിട്ട്. സംസ്കൃതമായിരുന്നു. 5ാം ക്ലാസ് തൊട്ട് നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാം. അപ്പൊ സംസ്കൃതം പഠിച്ചു. അതിന് നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ അന്ന് ഓക്കെ, അപ്പൊ സ്കൂളിൽ 4ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴേക്കാണ് കവിതയാണ് ഇനി അടുത്തത്, അല്ലെങ്കിൽ പദ്യം എന്നാണ് പറയുക, പദ്യം പഠിപ്പിക്കുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു 3-4 വരികൾ ചൊല്ലാണ്. അതായത് കാറ്റിനോട് എന്നാണ് തോന്നുന്നു എൻ്റെ കവിതയുടെ ശീർഷകം. ഞാൻ മറന്നു, അത് നിങ്ങളോട് പറയാൻ വേണ്ടി. എൻ്റെ വരികൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ട ഒരു കവിതയാണ്. മാമരം കോച്ചും തണുപ്പത്ത് താഴ്വര പൂത്തൊരു കുന്നത്ത് മൂടിപ്പുതച്ചു കിടക്കും കാറ്റ് മൂളിക്കുതിച്ചു പറന്നാട്ടെ. അങ്ങനെയാണ് എൻ്റെ വരികൾ. അപ്പോൾ ഈ കവിത ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഒരു ടീച്ചറായിരുന്നു. അപ്പൊ പണ്ട് ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അപ്പുറത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ വേറെ ക്ലാസ്സിൽ വേറൊരു മാഷ് അത് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ മാഷാണ് ഈ ട്യൂണില്, ടീച്ചർ വേറൊരു രീതിയിലാണ് പഠിപ്പിക്കുക. അപ്പൊ ഒരേ കവിത തന്നെ പല രീതിയിൽ വായിക്കാം. ഇഷ്ടമുള്ള നമുക്കത് നമുക്കെന്താണോ അതിന്ന് ഏത് ട്യൂണിൽ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചൊല്ലിപ്പോവാം. പക്ഷെ അപ്പൊ ചിലത് നമ്മളെ കൂടുതൽ ആകർഷിക്കും. ചില ട്യൂണില്, ചില ഈണത്തിൽ ചൊല്ലുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം കൂടുതൽ ക്ലിയർ ആയി വരണ പോലെയൊക്കെ തോന്നും. അപ്പൊ ഈ കവിതയുടെ പ്രത്യേകത, അവിടെ നല്ല തണുപ്പല്ലേ ഇപ്പൊ ഡൽഹിയില്, അല്ലേ?
നല്ല തണുപ്പ് സമയമാവും. നല്ല തണുപ്പാണ്. അതെ, ഇവിടെ ഞങ്ങളെല്ലാരും മറ്റേ ഇതിനെ ബുവേറിയ അതിനെ കാത്തിരിക്കുകയാണ്. ചുഴലിക്കാറ്റ് വരുന്നുണ്ട്. അവിടെ അത്ര തണുപ്പില്ല, എന്നാലും അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴേക്ക് എത്തും തോന്നുന്നു. അപ്പൊ നമുക്ക് കവിതയിലേക്ക് വരാം. മാമരം കോച്ചും തണുപ്പത്ത്. കുട്ടികൾക്ക്, വലിയവർക്ക് അതിന്റെ അർത്ഥം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. മാമരം എന്ന് പറഞ്ഞാൽ വലിയ മരം. ആ മരം പോലും കോച്ചി വിറയ്ക്കണ തണുപ്പത്ത് താഴ്വര പൂത്ത ഒരു കുന്ന് അതിൽ മൂടി പൊതിച്ച് കിടക്കുകയാണ് ഒരു മടിയൻ കാറ്റ്. ആണെങ്കിൽ നമുക്ക് ആ കാറ്റിനെ ഒരു മടിയൻ കുട്ടി മൂടി പൊതിച്ച് കിടക്കുകയാണ്. മൂളിക്കുതിച്ചു പറന്നാട്ടെ. അപ്പൊ ആ കാറ്റിനോടാണ് ഈ പറയണ വരി. അപ്പൊ എനിക്കതിൽ രസം തോന്നി. ഈ കൊച്ചു കുട്ടികളെ ഓടണത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അവരിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചൊന്നും ഓടില്ല. കുറച്ചിങ്ങനെ ഓടും, ഓടിയിട്ട് ഒന്ന് തുള്ളിച്ചാടി അങ്ങനെയൊക്കെയാണ് അവര് പോവാ, ഒരേ ഇതിലോടില്ല. അപ്പൊ ആ 4ാമത്തെ വരിയിൽ എനിക്ക് ശരിക്കും അതങ്ങോട്ട് ഫീൽ ചെയ്തു. മൂളിക്കുതിച്ചു പറന്നാട്ടെ, അങ്ങനെ തുളുമ്പി ഓടുന്ന ഒരു കുട്ടിയെ പോലെ ആ കാറ്റിനെ എനിക്ക്. അപ്പൊ അത്ര കുട്ടികൾക്ക് എല്ലാം അവരുടെ ഒപ്പമുള്ള ആളുകളാണല്ലോ. കാറ്റും പൂവും പൂമ്പാറ്റയും കടലും ആകാശവും അമ്പലിയും മാവിനും എത്ര വലിയ കാര്യങ്ങൾ, അവർക്ക് അവരുടെ ചങ്ങാതിമാരാണ്. അപ്പൊ ഈ കാറ്റും അങ്ങനെ തന്നെയാണ്, മൂളിക്കുതിച്ച് പറക്കുകയാണ്, ഒരു കുട്ടിയെ പോലെ പറക്കൂ എന്ന് പറയാണ് ആ വരിയില്. അപ്പോ പിന്നെ അതാണ് എൻ്റെ ആദ്യമായിട്ട് ഒരു കവിതയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മാമ്പഴം, വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്നുള്ള കവിത. അത് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അത്ര ഭംഗിയായിട്ട്, അങ്ങനെ അലമുറയായിട്ട്, കരച്ചിലായിട്ട്, ഒരു അമ്മയുടെ ചുടുകണ്ണീരായിട്ട് നമ്മളെ ഇങ്ങനെ തപിപ്പിക്കുന്ന, നമ്മളിങ്ങനെ എന്താ പറയാ, ഹോണ്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് ആ സങ്കടം എത്രയായാലും നമുക്കത് മറക്കാൻ പറ്റാത്തൊരു കവിതയാണ്. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു കവിതയാണ്. അതിൻ്റെ ഒരു 2 വരി ചൊല്ലാം. 2 അല്ല, ഒരു 3-4 വരി ഉണ്ട്. അത് എല്ലാരും കേട്ടിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് ഓർത്തെടുക്കാൻ നമുക്ക് മലയാള കവിതയുടെ ആ ഭംഗിയൊന്ന് നോക്കാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാകണ്ഡം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മ തൻ മണിക്കൊട്ടൻ പൂത്തിരി കത്തിച്ച പോലമ്മലർച്ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചെടുത്തെത്തി. അപ്പൊ അമ്മ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ആ കവിത തുടങ്ങണല്ലോ. മുറ്റത്ത് നിൽക്കണ മാവിന്റെ അതിന്ന് പൂക്കുല പൊട്ടിച്ചുകൊണ്ട് കുട്ടി ഓടി വരികയാണ്, ചെറിയ കുട്ടി. ഈ കവിത കേൾക്കാത്ത മലയാളികളിൽ ഉണ്ടാവും തന്നെ തോന്നണില്ല. അങ്കണത്തൈമാവിൽ നിന്ന് മാമ്പഴം എന്ന കവിത അത്രയും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു കവിതയാണ് ഈ മാമ്പഴം. അപ്പൊ അമ്മ വഴക്ക് പറയാണ്, എന്തിനാ പൂവ് തല്ലി ഒടിച്ച് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, കുട്ടികൾ നിന്റെ കുസൃതി കുറെ കൂടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയണു. അവസാന ഭാഗത്ത് എത്തുമ്പോഴാണ് മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിങ്ങനെ എന്താ പറയണ്ടേ നമുക്കറിയില്ല. ഒരു കുഞ്ഞിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതില് അവസാനം അത് അങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെയും ഒരു നാടകീയമായിട്ടുള്ള ഒരു രംഗം ആവിഷ്കരിക്കുകയാണ് കവി. അപ്പൊ ഒരു മാമ്പഴം വീഴാണ് അമ്മയുടെ മുന്നില്. അപ്പോഴാണ് അമ്മ ഇതെല്ലാം ഓർക്കണത് പോലെ, അങ്ങനെയാണ് ആ കവിത അവതരിപ്പിക്കണല്ലോ. മാമ്പഴം മാമ്പഴം എടുത്തിട്ട് എന്താ കുഞ്ഞിന്റെ അത് ചെയ്ത ശവകുടീരത്തിന്റെ അവിടെ ചെന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് അമ്മ. പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിത ഫലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിന്റെ താരുടൽ മറ ചെയ്ത് മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായേവം ചൊന്നാൾ. അതവിടെ കൊണ്ടുവച്ചിട്ട് അമ്മ പറയാണ്, ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം
എന്നാലും നീ വരാറില്ലേ, ഇത് വന്ന് കഴിക്കൂ നീ, എന്നാലേ അമ്മയ്ക്ക് സുഖാവൂ എന്നൊക്കെ അമ്മ പറയാണ് വരികളിലൂടെ. കവി അത് വളരെ ഭംഗിയായിട്ട് നമ്മളെ അനുഭവിപ്പിക്കുന്നുണ്ട്. ആ കണ്ണീരും അമ്മയുടെ വേദനയും. നമ്മളും ആ കുഞ്ഞിനെ ഒന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ ഓർത്തു പോകും. അത്ര ഭംഗിയായിട്ട് ആ കവിതയില് നമുക്കത് അനുഭവപ്പെടാം. അവസാനം ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. അമ്മ വിളിക്കുമ്പോ കുഞ്ഞിന് വരാണ്ട് പറ്റുമോ? പക്ഷെ എങ്ങനെയാ വരിക? ഒരു കുഞ്ഞു കാറ്റായിട്ട് അമ്മയെ വന്നങ്ങനെ ആശ്ലേഷിക്കാന്ന് പറഞ്ഞാൽ അറിയാലോ, എംബ്രേസ് ചെയ്ത് അല്ലെ, പുണർന്നു, കെട്ടിപ്പിടിച്ചു. ഒരു കാറ്റായിട്ട് കുഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ ആ കവി എന്താ പറയണ്ടേ, നമുക്ക് ഇങ്ങനെയാണ് എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം അല്ലെങ്കിൽ ആരുടെയെങ്കിലും അനുഭവമായിരിക്കാം. സ്വന്തം കവികളെല്ലാം അവരുടെ അനുഭവം തന്നെ ആവണമെന്നില്ല, വേറെ ആളുകളുടെ ആവാം. എന്തായാലും ഒരു കുഞ്ഞു മരിച്ച അമ്മ, സാധാരണക്കാർക്ക് അങ്ങനെയാണ്, ഓ എന്തൊരു സങ്കടം അമ്മയുടെ പുത്രദുഃഖം എന്നൊക്കെ പറയും. പക്ഷെ കവി ഇങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളെ നമുക്ക് വേറെ ഇങ്ങനെ വെറുതെ പറയാം, പക്ഷെ ഇങ്ങനെയും അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ നമ്മൾ കവി എന്നാണ് വിളിക്കുക. അത് നമ്മളിങ്ങനെ മനസ്സിൽ ഒരു അലട്ടലായിട്ട് അല്ലെങ്കിൽ അത് വായിക്കുന്നവരൊക്കെ അതിങ്ങനെ ആ അനുഭവം പകർന്നുകൊണ്ടേയിരിക്കും. അതാണ് കവിയുടെ ഒരു പണി. കവി അതാ ചെയ്യേണ്ടത്. കവിയുടെ അനുഭവം ഭാഷയിലൂടെ ഇതുപോലെയുള്ള ഭംഗിയുള്ള പദങ്ങൾ ഉപയോഗിച്ചും ഭംഗിയുള്ള വാചകങ്ങളാക്കി, ഇതുപോലെ ഇങ്ങനെ പദ്യം പോലെ എഴുതണോ ഗദ്യം പോലെ എഴുതണോ അങ്ങനെയൊക്കെ തർക്കങ്ങളും തല്ലുപിടുത്തവും ഒക്കെ നടക്കുന്ന കാലമാണ്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഗദ്യമായിട്ടോ പദ്യമായിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല. ആ അനുഭവങ്ങളെ ഭാഷയിലേക്ക് ഏറ്റവും ഭംഗിയുള്ള പദങ്ങളിലൂടെ, അതായത് വായിക്കുന്ന ആളെ നമ്മുടെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് ഒരുക്കി വെക്കുന്നതാണ് കവിത. അപ്പോൾ ഇങ്ങനത്തെ കവിതകളാണ് ഞാൻ തുടക്കത്തിൽ വായിച്ചിട്ടുള്ളത്. ഞാൻ പുതിയ ആളാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ ബ്രേക്ക് വന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ പുതിയ ആളായി പോയത് കേട്ടോ. എൻ്റെ കവിതകളിലൊക്കെ ആ സമയത്താണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പൊ കുമാരനാശാന്റെ കവിതകൾ, ദുരവസ്ഥ ഒക്കെ ഉള്ള പോലെയുള്ള കവിതകൾ, സുഗതകുമാരി ടീച്ചറുടെ രാത്രി മഴ, ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം, ഇതൊക്കെ കുട്ടികളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ ആളുകൾക്കും ഒക്കെ അത് അറിയണ്ടാവും, കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതുകൊണ്ടാണ് കവിത എഴുതാൻ പോകുന്നവര് മുമ്പ് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എഴുതുന്ന ആളുകളുടെ കവിതകൾ ധാരാളം വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കവിതകളാണ് സഫലം ഈ യാത്ര, NN കക്കാടിന്റെ. വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ, പഴയ ഒരു മന്ത്രം സ്മരിക്ക, നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്ക, പരസ്പരം ഊന്നുവടികളായി നിൽക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറയാണ്. ഭർത്താവ് ഭാര്യയോടായിരിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടാളുകൾ അവരങ്ങനെ പറയാണ്. പിന്നെ ഒന്നാണ് വാഴക്കുല എന്ന് പറഞ്ഞിട്ടൊരു കവിത, ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന് പറഞ്ഞ കവിത, വയലാറിന്റെ ആയിഷ, ഏഴാച്ചേരിയുടെ കവിതകള്, സച്ചിദാനന്ദ മാഷിന്റെ കവിതകള്, രാവുണ്ണി മാഷിന്റെ സി രാവുണ്ണിയുടെ കവിതകൾ, അങ്ങനെ ധാരാളം കവിതകൾ വായിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴാണ് കുറേശ്ശെ എഴുതാൻ ശ്രമിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് കോളേജിലും കുറച്ച് ചില മാഗസിനിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, എഴുതലും വായിക്കലും ഒന്നും പതിവില്ല. പിന്നെ ഇപ്പൊ കുറച്ച് ഒരു 4-5 വർഷമായിട്ടുള്ളൂ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മള് കവിതയോട് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മളെ വിട്ടു പോവില്ല. അത് നമ്മളെപ്പോ സമയം കൊടുക്കുന്നോ അപ്പൊ അത് നമ്മുടെ കൂടെ തിരിച്ചു വരും. അത് ഇന്ന പ്രായത്തിൽ എഴുതി തുടങ്ങണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള അനുഭവങ്ങള് എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ തന്നെയാ. ഈ കുട്ടിയിലുള്ള ഈ അനുഭവങ്ങൾ, കൗമാരപ്രായത്തിലൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു എന്താ പറയാ, അത്രയും കളർഫുൾ, അത്രയും തീക്ഷ്ണമായിട്ട് അവർക്ക് അത് അനുഭവിക്കാം, അത് അവർക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവർക്ക് എന്താ ഫീൽ ചെയ്യാന്നാണല്ലേ പറയാ, ഫീൽ ചെയ്യാൻ പറ്റും. ഇമോഷൻസ് ഒക്കെ അത്രയും എന്താ അതിന്റെ ഏറ്റവും റോ ആയിട്ടുള്ള രീതി തന്നെ, വേറെ വെച്ചുകെട്ടുകളൊന്നും ഇല്ലാണ്ട്, മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് അത്രയും ഒറിജിനൽ ആയിട്ട് അത് അനുഭവിക്കുന്ന സമയമാണ് കുട്ടിക്കാലത്ത്. അപ്പൊ ആ സമയത്തൊക്കെ എഴുതാൻ പറ്റുക, ഇതുപോലെ കുട്ടികൾ എഴുതാൻ താല്പര്യമായിട്ട് വരിക, അവർക്ക് അതിന് അവസരം കിട്ടാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഭാഷയ്ക്ക് തന്നെ അതൊരു ഭാഗ്യമാണ്. മലയാള കവിതയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ
എന്താ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എനിക്കറിയില്ല എത്ര പേര് അതിനെപ്പറ്റി അത് ഇപ്പൊ എഴുതാൻ തുടങ്ങുന്നവർ എന്തിനാ അത് അറിയണേ എന്നാണെങ്കിൽ അറിയന്നെ വേണം എന്നാണ് എൻ്റെ പക്ഷം. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്, ഏത് ഇതിലേക്കാണ് ഈ മലയാള കവിതയിലെ ഒരു വരി എഴുതുമ്പോൾ പോലും നമ്മൾ ആരോടൊക്കെ കടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ ആളുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ചരിത്രത്തെ പഠിക്കാം, അത് അറിയണം. ആരൊക്കെയാണ് നമ്മൾക്ക് മുമ്പ് ഈ ഭാഷ ഉപയോഗിച്ച് ഇരുന്ന ആളുകൾ എന്തൊക്കെയുള്ളതെന്ന് അറിയണം. മലയാള കവിതയുടെ ചരിത്രം പറയുന്നത് രാമചരിതം എന്നുള്ളതാണ്. ഇത് കുട്ടികളോടാണ് കേട്ടോ, വലിയ ആളുകൾ പഠിപ്പിക്കാൻ വരികയാണെന്നൊന്നും വിചാരിക്കരുത്. കുട്ടികളോട് പറയുന്നതാണ്. മറ്റൊരു ഇത് ക്ഷമിക്കുക. രാമചരിതം എന്ന് പറയുന്നതാണ് ഒരു കവിതയാണ്, ആദ്യത്തെ മലയാള കവിത എന്ന് പറയുന്നത്. ചീരാമൻ എന്ന് പറഞ്ഞ ഒരാളാത്ര അത് എഴുതിയത്. ചീരാമൻ എന്ന് പറഞ്ഞൊരു കവി. അപ്പൊ 12-ാം നൂറ്റാണ്ടിലാണത്. 12-ാം നൂറ്റാണ്ടിലെ ഒരു കവിയായിരുന്നു ചീരാമൻ. അപ്പൊ അദ്ദേഹം എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ മലയാളം അത്രയും പഴയ കാലത്തെ മലയാളത്തിൽ തമിഴും കലർന്നിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് വിക്കിപീഡിയയിൽ കേൾക്കാലോ അല്ലേ? ഓക്കെ. വിക്കിപീഡിയയിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിറിക്സ് നമുക്ക് കിട്ടും, ആ ടെക്സ്റ്റ് നമുക്ക് കിട്ടും. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ തമിഴ് പദങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തമിഴ് പദങ്ങൾ വരുന്നുണ്ട്. വന്ത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ തമിഴിലല്ലേ വരിക, അതൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിൽ എഴുതിയിരുന്നത് രാമായണം കഥയാണ്. രാമായണം കഥയിലെ തന്നെ യുദ്ധത്തിന്റെ ഭാഗമാണ് അതിൽ എഴുതിയിരുന്നത് ഇത്രേ. അപ്പൊ നമ്മൾ എന്താണ് രാമായണ കഥ യുദ്ധം മാത്രം അദ്ദേഹം എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഈ 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടിലൊക്കെ നൂറ്റാണ്ടുകളുടെ യുദ്ധം, ഈ സാമ്രാജ്യങ്ങൾ തമ്മിൽ, ചേര സാമ്രാജ്യം, ചോള സാമ്രാജ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അവര് തമ്മിലുള്ള യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾക്ക് വീര്യം പകരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ യുദ്ധത്തിന്റെ വർണ്ണന, വീരന്മാരുടെ യോദ്ധാക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ചീരാമൻ എന്ന് പറഞ്ഞ കവിത അങ്ങനെ രാമചരിതം എന്ന് പറഞ്ഞ കവിതയിൽ അങ്ങനെ ഉപയോഗിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് സമ്പൂർണ്ണ രാമായണം വരുന്നുണ്ട്. അത് നിരണം കവികൾ എന്നും പറഞ്ഞിട്ട്, നിരണം കവികളിൽ രാമപ്പണിക്കർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് കണ്ണശ രാമായണം എന്ന് പറഞ്ഞ സമ്പൂർണ്ണ രാമായണം. ആ രാമായണത്തിൽ പക്ഷെ മലയാളത്തിൽ ചേർന്ന് നിൽക്കുന്ന പദങ്ങൾ സംസ്കൃത പദങ്ങളാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ളൊരു മലയാള ഭാഷ അപ്പോഴും ഇല്ല. പിന്നീട് ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് കൃഷ്ണഗാഥ എന്ന് പറഞ്ഞിട്ടൊരു രചനയും കൊണ്ട് നമ്മുടെ ചെറുശ്ശേരി, അത് ധാരാളം പേര് കേട്ടിട്ടുണ്ടാവും. കൃഷ്ണഗാഥ എന്ന് അല്ലേ, ഒരു കൃഷ്ണന്റെ കഥകളൊക്കെ വർണ്ണിക്കുന്ന ഒരു ഗാഥ എന്ന് പറഞ്ഞാൽ പാട്ടാണ്. അപ്പൊ പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു ആദ്യത്തെ മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനം തന്നെയാണ് പാട്ട് പ്രസ്ഥാനം എന്നാണ് അതിനെ വിളിക്കുക. ഈ പറഞ്ഞ രാമചരിതം, കൃഷ്ണഗാഥ അങ്ങനെയുള്ളതൊക്കെ പാട്ട് പ്രസ്ഥാനം എന്നാണ് അതിനെ അറിയുന്നത്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്നൊക്കെ വിളിക്കാം അല്ലേ, അത്. അപ്പൊ ഈ കൃഷ്ണഗാഥ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അത് വായിക്കണം, കുട്ടി എഴുതി തുടങ്ങുന്നവർ അത് വായിക്കണം. മലയാള ഭാഷ വായിക്കാൻ അറിയാത്തവര്, മലയാളം എഴുതി വായിക്കാൻ അറിയാത്തവര് കവിതയും എഴുതാൻ ബുദ്ധിമുട്ടാവുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പൊ കൃഷ്ണഗാഥയിലെ ഒരു ഇതന്നെ, ആ ഈണം അത് ധാരാളം ഇങ്ങനെ പറഞ്ഞ് ഒരു ഒരു ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കഥയൊക്കെ അല്ലേ, രാജാവ് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആളെ ഉന്തുന്തുന്തുണ്ട് എന്നിട്ടല്ലേ, അങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടിട്ടില്ലേ? അതില് 4 വരി ചൊല്ലുമ്പോ ആ ഈണം ഓർമ്മ വരും നിങ്ങൾക്ക്. ഗാഥയെ കൊണ്ടിവൻ പാതകം പൂണ്ടോരെ പൂതന്മാരാക്കിനാൻ നീതിയാലേ, നിർക്കതി പൂണ്ടുള്ള വൃക്ഷങ്ങൾക്കെല്ലാമേ സദ്ഗതി നൽകിനാൻ ഗാഥയാലേ. അദ്ദേഹം എഴുതി തുടങ്ങുമ്പോ ഈ രാമചരിതാണെങ്കിലും ഇപ്പൊ പറഞ്ഞ രാമായണം ഇതൊക്കെ എഴുതുമ്പോ അവരുടെ ഒരു പ്രാർത്ഥനയോടെയാണ് തുടങ്ങുക. അപ്പൊ അതില് പറയണാണ്, ഗാഥയെ കൊണ്ട് ഇവൻ പാതകം പൂണ്ടോരെ, കുറ്റങ്ങള് അപകടമായിട്ടുള്ള ആളുകളെയൊക്കെ നീതിയാലേ പൂതന്മാരാക്കി എന്നാ പറയണ.
അവരെയൊക്കെ നീതിമാന്മാരാക്കി ഗാഥ കൊണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ശ്രമം. നിർഗതി പൂണ്ടുള്ള വൃക്ഷങ്ങൾക്കെല്ലാം സദ്ഗതി നൽകിനാൻ ഗാഥയാലെ. അപ്പൊ ഇവർക്ക് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ് അദ്ദേഹം കവിത എഴുതുന്നത് എന്നാണ് പ്രാർത്ഥന. ഒരു പക്ഷേ എല്ലാ കാലത്തെയും കവികള് ഇപ്പോഴുള്ള കവികളും അങ്ങനെ തന്നെയാണ്. അവർ എഴുതുമ്പോ ഈ സമൂഹത്തെ ആണ് അവര് അഭിമുഖീകരിക്കുന്നത്. അവർ ഈ പ്രശ്നങ്ങളെല്ലാം അവരൊരു പ്രത്യേക രീതിയിൽ അനുഭവിക്കുന്നു പറഞ്ഞില്ലേ. എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ അനുഭവങ്ങളെ അവര് ഒരു പക്ഷേ കാലാതിവർത്തിയായിട്ട് അവരുടെ കവിതകൾ വരണു എന്നൊക്കെ പറയുന്നത് അതാണ്. അവരത്രയും ഷാർപ്പായിട്ട് അതിനെ അനുഭവിക്കുന്നു. ആ അനുഭവത്തെ അവർ പകർത്തി വെച്ച് സമൂഹത്തോട് പറയുകയാണ്, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ, ഇതിന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ സമൂഹത്തിനോട്, ലോകത്തിനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ടുകാര് കൂടിയാണ് കവികള്. അപ്പൊ കവികൾക്ക് ആ ബോധം ഉണ്ടായിരിക്കണം. നമ്മളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ഈണം അല്ലെങ്കിൽ ഒരു വരി നമ്മൾ സമൂഹത്തിലേക്ക് വയ്ക്കുമ്പോൾ ആ ഒരു ബോധം, ആ ഒരു നീതിബോധം മനസ്സിലുണ്ടാവണം എന്നാണ് എൻ്റെ പക്ഷം. പിന്നീട് വന്നാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും ചേർത്തിട്ടുള്ള ഒരു രീതിയാണ്, ഒരു ഭാഷ, ഒരു കവിതയുടെ ഒരു ശൈലി. അതില് ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ എന്നൊക്കെ പറയും. ഈ പദങ്ങളെങ്കിലും കേട്ടിരിക്കുക കുട്ടികൾക്ക്. ചിലരത് വായിച്ചിട്ടുണ്ടാവട്ടോ, ഇതിനെ പറ്റിയൊക്കെ അറിയുന്ന കുട്ടികളും ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, ആട്ടക്കഥകൾ. ആട്ടക്കഥകൾ എന്ന് പറഞ്ഞാൽ കഥകളിയിലൊക്കെ ഉപയോഗിക്കുന്ന പാട്ടുണ്ടല്ലോ, അങ്ങനത്തെ കഥകൾ. ഉണ്ണായി വാര്യര് നളചരിതം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആട്ടക്കഥകള്. ഇതൊക്കെ മലയാള കവിതയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിതൊക്കെ ഓർക്കണം. പിന്നെയാണ് നമ്മൾ ഈ സംസ്കൃതം കലർന്നതും തമിഴ് കലർന്നതും ഒക്കെ വിട്ടിട്ട് ശരിക്കുള്ള നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന മലയാളത്തിലേക്ക് ഒരുപാട് പദസമ്പത്തോടെ സമൃദ്ധമായ ഒരു ഭാഷയാക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ പേരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാം. അദ്ദേഹമാണ് രാമായണമൊക്കെ ഇത്രയും നമ്മുടെ സാധാരണ ആളുകളിലേക്ക് എത്താൻ സഹായിച്ചത്. ഭാഷയെ ഇത്രയും പദസമ്പത്തും ഒക്കെയുള്ള ഐശ്വര്യം എന്നല്ല പറയുക, സമൃദ്ധിയുള്ള ഒരു ഭാഷയാക്കി മാറ്റിയത് രാമാനുജൻ എഴുത്തച്ഛനാണ് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. പിന്നെ വന്നാണ് പൂന്താനം. ഞാൻ മുമ്പ് പറഞ്ഞു ജ്ഞാനപ്പാന കേൾക്കാറുണ്ടെന്നല്ലേ. ഭക്തകവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ജ്ഞാനപ്പാന എഴുതിയത്. അദ്ദേഹത്തിന്റെ വരികൾ നിങ്ങൾ ചിലരുടെ കേട്ടിട്ടുണ്ടാവും. വലിയ പോപ്പുലറായിട്ട് കാസറ്റും CD ഒക്കെ ആയിട്ട് വരുന്നതാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്നാ പറയണേ അല്ലെ. ഒറ്റയ്ക്കാണ് എല്ലാവരും വരണത്, ഒറ്റയ്ക്ക് തന്നെ പോവുകയും വേണം, ഒരു കുറച്ചു നേരം നമ്മൾ ഒരുമിച്ചിരിക്കുന്നുള്ളൂ, ആ സമയത്ത് എന്തിനാ മത്സരം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ആഴമുള്ള വരികൾ, അർത്ഥവത്തായിട്ടുള്ള വരികൾ പ്രവർത്തനയ്ക്ക് വളരെ ഭംഗിയുള്ള ഒരു ഇതാണ്. പാന എന്ന് പറയുന്ന ഒരു ശൈലിയിൽ, ജ്ഞാനപ്പാന എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ വന്നതാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രധാനമായിട്ട്, ഹാസ്യരസ പ്രധാനമായിട്ടുള്ള കവിതകളുമായിട്ട് വളരെ ജനകീയമായ ഒരു കലാരൂപം കൂടി കൊണ്ടുവന്നു തുള്ളൽ പ്രസ്ഥാനം. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ അതും വായിക്കേണ്ടതാണ്. കവിത എഴുതി തുടങ്ങുന്നവരും അല്ലാത്തവരും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ എന്നൊക്കെ കിട്ടും, ഓൺലൈനിൽ കിട്ടും, അത് വായിക്കുക. പിന്നെ വെൺമണി കവികളാണ് പിന്നെ വരുന്നത്. 19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് വെൺമണി കവികൾ എന്ന് പറഞ്ഞ കുറെ കവികളുണ്ട്. അതില് ശിവള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കവികൾ വരുന്നുണ്ട്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതുവരെയുള്ളവരൊക്കെ ഈ പുരാണ കഥകള്, ക്ലാസിക്കുകളെ ഉപജീവിച്ചുകൊണ്ട് അതിലെ കഥകൾ പറയാ, അതിലെ അങ്ങനെ ഉള്ള ഭക്തി കാവ്യങ്ങളെ ഒക്കെ ആയിരുന്നു കൂടുതൽ എഴുതിയിരുന്നത്. പക്ഷെ ഇവര് വന്നു കഴിഞ്ഞപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയവും നമുക്ക് കവിതയ്ക്ക് ഉപയോഗിക്കാം. ഏത് സംഭവങ്ങളും എന്തും കവിതകളാക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് അവര് വരുന്നുണ്ട് വെൺമണി കവിതകളായപ്പോൾ. ഇത് പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ കവിതാ ഇതില് ഈ എഴുതി വെക്കുന്ന കവിതകൾ മാത്രല്ല കേട്ടോ, എഴുതപ്പെടാത്ത
അതായത് നാടോടി പാട്ടുകളൊക്കെ ഇല്ലേ, അതും കവിതകളാണ്. നാടോടി പാട്ടുകൾ നമുക്കറിയാം, ഒരുപാട് നാടൻ പാട്ടുകൾ എന്നൊക്കെ വിളിക്കില്ലേ, നാടോടി പാട്ടുകളും കവിതകളാണ്. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, മാപ്പിളപ്പാട്ട്, ഇതൊക്കെ പാട്ടുകളാണ്. ഇതൊന്നും എഴുതി വെച്ച് പിന്നീട് ഇപ്പൊ നമുക്ക് ഇപ്പൊക്കെ എഴുതിയത് കിട്ടുന്നുണ്ടാവും, പക്ഷെ ഇതുണ്ടായത് എഴുതിക്കൊണ്ട് ഉണ്ടായ കവിതകളല്ല എന്നർത്ഥം. ഏതെങ്കിലും ഒരു കവി എഴുതിയ കവിതയല്ല ഈ പാട്ടുകൾ. ഇതെങ്ങനെയാ ഉണ്ടാകുന്ന വെച്ചപ്പോ വടക്കൻ പാട്ടുകളാണെങ്കിൽ നമുക്കറിയാം, അവിടുത്തെ ചേകവന്മാരുടെ ഇടയിലൊക്കെയുള്ള പാട്ടുകളിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോ ഒക്കെയുള്ള ഒരുങ്ങുമ്പോ ഉണ്ണിയാർച്ചയെ കുറിച്ചും ഒക്കെ അത് ചേകവന്മാരെ കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ എന്താണോ അവരുടെ ജീവിത വൃത്തി, തൊഴിൽ എന്താണോ, അവരുടെ ആചാരങ്ങള്, അതിനോട് ചേർന്ന് ഉണ്ടായി വരുന്ന പാടി 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 വന്നിട്ടുള്ള പാട്ടുകൾ, അതും കവിത തന്നെയാണ്. അതുകൊണ്ട് എഴുതണം എന്നില്ല എന്നർത്ഥം, എഴുതി വെക്കണം എന്നില്ല കവിത ഉണ്ടാക്കാൻ. ഇങ്ങനെ പാട്ടുകളായിട്ടും നമ്മുടെ മലയാള ഭാഷാ കവിതയില് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപാട് രചനകൾ. പിന്നെ 20-ാം നൂറ്റാണ്ടോടുകൂടി, അപ്പൊ നമ്മൾ 12-ാം നൂറ്റാണ്ട് തൊട്ട് 20-ാം നൂറ്റാണ്ട് വരെ എത്തി. 20-ാം നൂറ്റാണ്ടോടുകൂടി കവിത സ്വതന്ത്രമായി, എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മതാചാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തി ഇതൊന്നും വിഷയമല്ല. എന്താണോ നമുക്ക് എഴുതാൻ ഇഷ്ടമുള്ളത് അതിലേക്ക് എഴുതാം എന്നുള്ള ആ സമയത്ത് വരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള, വളരെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കവിയാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ കവിതകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? വീണപൂവ്, അങ്ങനെയുള്ള ചിന്താവിഷ്ടയായ സീത, ആ കവിതകളൊക്കെ വായിക്കണം. അത് നല്ലതാണ്. ഭാഷ എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ കുമാരനാശാനാണെങ്കിലും അത് അന്നത്തെ സമൂഹത്തിൽ നമ്മൾ ചീരാമനിൽ പറഞ്ഞ പോലെ തന്നെ, ചീരാമൻ അല്ലെങ്കിൽ ചെറുശ്ശേരി ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്, അവര് അന്നത്തെ അവര് നിൽക്കുന്ന കാലത്ത് ആ സമൂഹത്തെ കുറിച്ച് നല്ല ബോധ്യത്തോടെയാണ്, ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ എഴുതുന്നത്, എന്താണ് ഞാൻ പറയാൻ പോണത് എന്നുള്ള നല്ല ബോധ്യത്തോടെ. അപ്പൊ അവരുടെ ചില വാക്കുകൾ ഒരു വലിയ പരിവർത്തനത്തിന് തന്നെ, സമൂഹത്തിന്റെ പരിവർത്തനത്തിന് തന്നെ ഉതകുന്ന രീതിയിൽ അത്രയും ശക്തമായത് അതുകൊണ്ടായിരിക്കാം. അവരത്രയും ആ സമൂഹത്തോട് ചേർന്ന് നിന്ന് എഴുതിയത് കൊണ്ടായിരിക്കാം. വീണപൂവിലെ വരികൾ വളരെ എത്ര ഭംഗിയുള്ള കവിതയാണ് വീണപൂവ്. പൂവിന്റെ ഒരു കെമായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് പൂവ് വിരിയുമ്പോൾ. പക്ഷെ അത് വീണ് കിടക്കുന്ന ഒരു പൂവിനെ നോക്കുമ്പോൾ കവിക്ക് തോന്നുന്നതാണ് ഹാ പുഷ്പമേ, ഒരക്ഷരം കൊണ്ട് തുടങ്ങുക ഹാ. നമ്മുടെ മലയാള ഭാഷയുടെ പ്രത്യേകതയാണ് ഇങ്ങനെയൊക്കെ ചില ഉള്ള പ്രയോഗങ്ങൾ ഉണ്ടല്ലോ. ഹാ, അയ്യോ, ഹന്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പ്രയോഗങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോ ഗദ്യ കവിതയില് ഇതൊക്കെ അത്ര അധികം ഉപയോഗിക്കുന്നില്ല. എന്നാലും ഇതറിഞ്ഞിരിക്കുക, നമ്മളത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ കുറിച്ചും കൂടി ധരിക്കുക. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് അറിയണമെങ്കിൽ ഇതുപോലെയുള്ള കവിതകൾ വായിക്കന്നെ വേണം. ഇത് കേട്ടോളൂ ഒന്ന്. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കൈനീ, ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആ ഭൂതിയിങ് പുനരെങ്ങ് കിടപ്പിതോർത്താൽ. എന്തായിരുന്നു അധിക തുംഗപദത്തിൽ, തുംഗം എന്ന ഉയർന്ന, നല്ല ഉയർന്ന പദത്തിൽ അങ്ങനെ രാജ്ഞി കണക്കെ ശോഭിച്ചിരുന്നതല്ലേ നീ. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ ഈ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യാട്ടോ. ശ്രീ ഭൂവിൽ അസ്ഥിര, അതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമൃദ്ധിയൊക്കെ അസ്ഥിരമാണ് എന്ന് പറഞ്ഞു വെക്കാണ്. ആ 4 വരി കൊണ്ട് അദ്ദേഹം വലിയൊരു പിക്ചർ നമ്മുടെ മുന്നിലേക്ക് തരികയാണ്. വീണ് കിടക്കുന്ന ഒരു പൂവിനെ നോക്കിയിട്ട് ഹാ കഷ്ടം, എന്താ നിന്റെ കിടപ്പ്, സഹിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ ആ വരികൾ അതങ്ങനെ തുടർന്നു പോകുന്ന വലിയൊരു കവിതയാണ്. വായിക്കാതെ ഇങ്ങനെയുള്ള ധാരാളം കവിതകള് കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മലയാള ഭാഷ. അപ്പൊ നിങ്ങൾ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഇത്ര സമ്പന്നമായിട്ടുള്ള കാവ്യ പാരമ്പര്യമുള്ള ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഈ ഭാഷ സുഖമായിട്ട് ഉപയോഗിക്കാം. ഇതിലെ വാക്കുകൾ നല്ല ഭംഗിയായിട്ട്
എന്താ പറയുക, നിങ്ങളുടെ അനുഭവങ്ങളെ, നിങ്ങളുടെ ഭാവനയെ വികസിപ്പിച്ച് അതിനെ ഈ ഭാഷയിലേക്ക് എടുത്തു വെക്കാൻ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഇത്രയും വലിയൊരു പാരമ്പര്യത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങളെ. അപ്പൊ അതിനെ ഒന്ന് സ്നേഹിക്കുക, ആ ഭാഷയെ സ്നേഹിക്കുക. ആ ഭാഷ നിങ്ങൾക്ക് എല്ലാം, നിങ്ങൾക്ക് വേണ്ട കവിത എഴുതാൻ ഒരു പ്രശ്നമൊന്നും, നിങ്ങൾക്ക് ആ അനുഭവങ്ങളെ പകർത്തി വെക്കാനുള്ള ആ മനസ്സുണ്ടായാൽ മതി. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത്രയും കണ്ണ് തുറന്ന് ഒബ്സേർവ് ചെയ്യണം, നിരീക്ഷിക്കണം. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മളത് ശരിക്കും ഫീൽ ചെയ്യുക, അനുഭവിക്കുക, ഓരോ കാര്യങ്ങളെയും അനുഭവിക്കുക. ആ അനുഭവങ്ങൾ അതിൻ്റെ മാക്സിമം അനുഭവിക്കുമ്പോൾ നമുക്കതിലേക്ക് ചില ചിന്തകളൊക്കെ ചേർത്ത്, ഭാവന എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിലേക്ക് നമ്മുടേതായ ചിന്തകളെ ചേർക്കാണ്. അപ്പൊ നമ്മുടെ ഭാവന വലുതാവും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഭാഷ ഇത്രയും സമൃദ്ധമായിട്ടുള്ള, ഇത്രയും സമ്പന്നമായിട്ടുള്ള ഒരു ഭാഷയുണ്ട് നമുക്ക്. ആ ഭാഷയിൽ ഒരുപാട് പദങ്ങളുണ്ട്. ഞാൻ മലയാള കവിതയുടെ മാത്രം പറയുന്നതുകൊണ്ട്, കാരണം എനിക്ക് മലയാള കവിത ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് പറയണതാണ് കേട്ടോ. ഏത് ഭാഷയും അങ്ങനെയാണ്, നമ്മളത് നന്നായിട്ട് പഠിക്കണം. ഏത് ഭാഷയിലും, ഇംഗ്ലീഷ് ആയാലും ഹിന്ദി, നിങ്ങൾക്കൊക്കെ ഹിന്ദിയിലേക്കൊക്കെ എഴുതാം സുഖമായിട്ട് അല്ലേ. ഹിന്ദി ഭാഷയൊക്കെ നല്ല കാര്യമാണ്, ഒരുപാട് ഭാഷകൾ അറിയാം, ഒരുപാട് സംസ്കാരങ്ങളെ പഠിക്കുക, അതൊക്കെ വളരെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ അതിലേക്ക്, ആ ഭാഷയിലെ പദങ്ങളിലേക്ക് നമ്മുടെ അനുഭവങ്ങളെ മാറ്റി എഴുതുകയാണ് നമ്മളെ. അതിൻ്റെ ഒപ്പം ഈ നീതിബോധം കൂടി വേണം എല്ലാവർക്കും. നമ്മൾ എന്തിനാണ്, ആരോടാണ് ഇത് പറയുന്നത് എന്നുള്ള ആ ഒരു ബോധം കൂടി ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് എല്ലാവരും കവിത എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ ഏത് രീതി ഉപയോഗിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. നിങ്ങൾക്ക് ഗദ്യമായിട്ടോ പദ്യമായിട്ടോ താളത്തിലോ താളമില്ലാണ്ടോ എന്താ വൃത്തം, ഞാൻ ഈ വൃത്തങ്ങളെ കുറിച്ചൊന്നും ബോധ്യമുള്ള ആളല്ല കേട്ടോ. എൻ്റെ കവിതകൾ എത്ര ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനതൊരു പുസ്തകമാക്കിയൊക്കെ വെച്ചത്. എനിക്ക് കവിതകൾ വരണത് ഇങ്ങനെ ഒരു താളം വരും ആദ്യം തന്നെ, അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ല. അതെല്ലാം അതിലേക്ക് ആക്കുമ്പോഴാണ് എനിക്കൊരു സുഖം വരണുള്ളൂ. അപ്പൊ കവിത എഴുതുമ്പോ കവിയുടെ സന്തോഷം തന്നെയാണ് ആദ്യം. അല്ലാണ്ട് എഴുതുന്ന കവികള് മടുത്ത് നിർത്തും. ഈ പറഞ്ഞ പോലെ മടുപ്പിന്റെ ഉപ്പ് കലരും, അവർക്ക് അത് വരും. അല്ലാത്തവരൊക്കെ ആരും വായിച്ചില്ലെങ്കിലും നമ്മൾ എഴുതിപ്പോവും. എന്തെങ്കിലും വന്നാൽ മതി വായനക്കാര്, നമുക്കത് വിഷയമല്ല, നമ്മളത് എഴുതി വെക്കും. അത് രണ്ട് തരത്തിലും ഉണ്ട്. വായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കവിത ഉണ്ടാവാൻ ഒരു വായനക്കാരൻ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വായനക്കാരിലേക്ക് എത്തുമ്പോൾ കവിതയ്ക്ക് വേറൊരു മാനം ആവുകയാണ്. ഇപ്പോ വായനക്കാരന്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് അയാൾ ആ കവിതയെ വേറെ എവിടേക്കെങ്കിലും ഒക്കെ ആവും വളർത്തി കൊണ്ടുപോവുക. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ എഴുത്തുകാരാണല്ലോ, നമ്മൾ എഴുതാനാണ് ഇപ്പൊ റെഡി ആയിട്ട് സ്റ്റൈലസ് ഒക്കെ റെഡിയാക്കി ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് വിഷയമല്ല, നമ്മുടെ ആ സംതൃപ്തിയാണ്. അപ്പൊ നമ്മൾ ഈ നീതിബോധം ചേർത്താലാണ് ഇത് നാളെ ഒരു വായനക്കാരനിലേക്ക് പോകുമ്പോൾ അതെന്താവാം എന്നുള്ളത് ആലോചിക്കുക. എന്ന് വെച്ചാൽ അത് ഭയപ്പെടണം എന്നല്ല. പല വായനക്കാരും പല രീതിയിൽ വായിച്ചെടുത്തേക്കാം, അതിനെ തെറ്റിദ്ധരിച്ച് വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചേക്കാം. അതിനെ നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. അതിന് നമ്മുടെ ധൈര്യം വേണം. ഞാൻ ഇന്നതാണ്, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും എന്താണ് വ്രണപ്പെട്ടുല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്രണപ്പെടേണ്ട കാര്യമില്ല. ഞാനിതാണ്, നിങ്ങൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായെങ്കിൽ അങ്ങനെ നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം ഇന്നത്തെ കാലത്ത് കവിത എഴുതുന്നവർക്കും എന്തെഴുതുന്നവർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറൊരു വിഷയം. കുട്ടികൾ അതൊന്നും ഓർത്ത് ഇപ്പൊ പേടിക്കണ്ട. എന്തായാലും ഏത് ഭാഷ സ്വീകരിച്ചാലും ഈ കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങളെ ഭാവന ചേർത്ത് ഭാഷ, നമുക്ക് ഏത് ഭാഷയാണോ എളുപ്പം അതിലെ വാക്കുകളിലേക്ക്, ഞാൻ വലിയ കഠിന പദങ്ങളൊന്നും ഉപയോഗിച്ചില്ല എന്നാണ് എൻ്റെ തോന്നല്. ഞാൻ ഒരു കവിത എൻ്റെ ചൊല്ലാണ്. ഒരു കവിയും കുറെ കവിതകളും എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതുണ്ടായി. അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നിങ്ങൾക്കും പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ട് ഞാൻ രണ്ടുപേര് പാടാം, അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരും. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ആ പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ആ പാട്ട് എഴുതിയ കവിയാണ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. അദ്ദേഹം ഒരുപാട് കവിതകൾ വേറെയും എഴുതിയിട്ടുണ്ട്, ഒരുപാട് നാടൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ അവിടെ സാഹിത്യ അക്കാദമിയുടെ അകത്ത് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ക്ലാസ് ഒക്കെ നടക്കുകയാണ്. അതായത് കവിത എങ്ങനെ എഴുതണം, കവിത എഴുതിയാൽ ഏത് വായനക്കാരിലേക്ക് പോകും, വായനക്കാർ അതെങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെയുള്ള വലിയ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് അകത്ത്. അപ്പൊ ഇദ്ദേഹം അതില് ചെറിയ എന്തോ ഒരു കവിത അവതരിപ്പിക്കുകയോ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഞാനും പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ അകത്ത് ഭയങ്കര ചൂടൻ ചർച്ചകൾ നടക്കുകയാണ്. എങ്ങനെയാ കവിത എഴുതണ്ടേ, വലിയ വലിയ ആളുകളൊക്കെയാണ് കേട്ടോ, ഞാൻ അവരെ മോശം പറയണതല്ല. ആ ചർച്ച അകത്ത് നടക്കുകയാണ് ഗൗരവമായിട്ടുള്ള. പക്ഷെ കവിത മുഴുവനും ഈ പുറത്താണ്, ഈ ആ മാവിന്റെ ചുവട്ടിലും അവിടുത്തെ തണലിലും ഒക്കെ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടപ്പോ ഞാൻ അതിനെ ഒന്ന് ഭാഷയിലേക്ക് ആക്കി നോക്കിയതാണ്. നിങ്ങൾക്ക് അനുഭവപ്പെടണ്ടോന്ന് നോക്കൂ, ഞാനത് ചൊല്ലിക്കേൾപ്പിക്കാം. ഒരു കവിതയും കുറെ കവികളും. ഇതിൽ കവിത ഏതാണ്, കവികളെ ആരാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് വായിച്ചെടുക്കാം. ചെറിയ കവിതയാണ്. കവിത എഴുതേണ്ടതെങ്ങനെയാവണം, കവിത ചൊല്ലേണ്ടതെങ്ങനെയാവണം, കവിത എഴുതിയാൽ ആരുടേതാവണം, കവികൾ ഒരുമിച്ചകത്തു ചിന്തിക്കവേ. ഇവിടെ മുറ്റത്ത് മാവിൻ ചുവട്ടിലായി അരിയ നാരങ്ങ മിഠായി നുണയുമാ ചെറിയ കവി അങ്ങ് മേഘങ്ങളിൽ നിന്ന് കവിതകൾ കയ്യിലെത്തിച്ചു ചൊല്ലുന്നു. നിലാവെപ്പോലെ പൊൻവെയിൽ പോലെയും കണ്ണുനീർ പോൽ വിശപ്പ് പോൽ വീഴ്ച പോൽ വിരഹമെന്ന പോലൊക്കെയാ കവിതയെല്ലായിടവും പടർന്നൊഴുകുന്നു. ഇത്രയും ചെറിയ കവിതയാണ് ഇത്. ഇദ്ദേഹം അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് നാരങ്ങ മിഠായി ഉണ്ടായിരുന്നു. അപ്പൊ ആ നാരങ്ങ മിഠായി നുണഞ്ഞ് ഒരുപാട് കവിതകൾ ചൊല്ലുകയാണ് എങ്ങണ്ടിയൂര്. അദ്ദേഹത്തിന് ഒരുപാട് കവിതകൾ അറിയാം, നല്ല രസമായിട്ട് ചൊല്ലും, നാടൻ പാട്ടുകളും എല്ലാം. അപ്പൊ അദ്ദേഹം അത് നല്ല കൂളായിട്ട് മുറ്റത്ത് നിന്നിങ്ങനെ ചൊല്ലുന്നുണ്ട്. അകത്ത് വലിയ ചർച്ച നടക്കുകയാണ്, എങ്ങനെയാണ് കവിത എഴുതേണ്ടത്, ഇനിയുള്ള കവിതയിൽ അങ്ങനെയുള്ള ഭയങ്കര ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, അക്കാഡമീഷ്യൻസ് അവരാണല്ലോ കവിതയുടെ നിരൂപകര് ഒക്കെ സംസാരിക്കുകയാണ്. ഇവിടെ കവിത ഇങ്ങനെ പൊഴിഞ്ഞു വീഴാണ്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ആ മിഠായിൽ നിന്ന് മേഘങ്ങളിൽ നിന്ന് കവിത പൊട്ടിച്ച് ഇങ്ങനെ തരണ പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അപ്പൊ ആ തോന്നല് ഞാൻ പിന്നെ ഭാഷയാക്കി വെച്ചതാണ് ഒരു കവിതയും കുറെ കവികളും. നിങ്ങൾക്കത് വല്ലാണ്ട് മുഷിപ്പനായിട്ട് തോന്നിയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എഴുത്തുകള്. അപ്പൊ നിങ്ങൾ ഇതിനേക്കാളും നല്ല കവിതകളാണ് എഴുതാൻ പോണത്. ഇതുപോലെ ഇങ്ങനെ താളത്തില് എഴുതണമെന്നൊന്നുമില്ല. ഇതൊക്കെ എന്താ ചിലര് പഴഞ്ചനാണ് എന്നൊക്കെ പറയും. അത് തർക്ക വിഷയമാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്തായാലും ഇങ്ങനെ എഴുതുമ്പോഴാണ് ഒരു സന്തോഷം. ഞാൻ അങ്ങനെ എഴുതണു. നിങ്ങൾക്ക് ഏതാണോ ഗദ്യ കവിതകളും ഞാൻ ഇപ്പൊ അദ്ദേഹം മുമ്പ് ശശിയേട്ടൻ പറഞ്ഞല്ലോ, അങ്ങനെ പൂന്തോട്ടത്തിലെ പൂക്കൾ വിരിയണ ശബ്ദം കാരണം എനിക്ക് ചിത്രശലഭങ്ങളുടെ ചിറകടി വെച്ച കേൾക്കാൻ കഴിഞ്ഞില്ല. ചിത്രശലഭങ്ങളുടെ ചിറകടി വെച്ച കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെയും എഴുതാറൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. വായനക്കാരന്റെ സന്തോഷം അത് അത്രേ ഉള്ളൂ. അത് വായിക്കുന്നവര് എങ്ങനെ എടുക്കുന്നു അതൊക്കെ നമ്മുടെ സംതൃപ്തി തന്നെയാണ്. നമുക്ക് ആ അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് അതിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റിയോ, അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റിയോ, അത് നോക്കിയാൽ മതി. എന്തനുഭവത്തെയാണോ നമ്മൾ പകർത്താൻ ഉദ്ദേശിക്കുന്നത്, ആ പകർത്താൻ ആവശ്യമായുള്ള വാക്കുകൾ, ഏറ്റവും ഭംഗിയുള്ള വാക്കുകൾ, അത് ഏറ്റവും സിമ്പിൾ ആവുന്നതാണ് നല്ലത്. ഒരു വലിയ പദങ്ങളൊക്കെ ഉപയോഗിച്ച് അത് ഞാനൊരു വായനക്കാരിയായിട്ട് പറയാണ് കേട്ടോ. നിങ്ങളുടെ കവിതകൾ അങ്ങനെയാവുമ്പോ ഞാൻ കൂടുതൽ വായിക്കും. നമുക്ക് ഒരു വരി എഴുതി കഴിഞ്ഞാൽ അടുത്ത വരിയിലേക്ക് പോവാൻ തോന്നണം. അടുത്ത വരിയിൽ എന്താണ് എന്നുള്ളൊരു കൗതുകം ഉണ്ടാക്കണം. എന്ത് എഴുതുമ്പോഴും അങ്ങനെയാണല്ലോ. ആദ്യത്തെ വരി തന്നെ ഭയങ്കര കഠിന പദങ്ങൾ ഉപയോഗിക്കരുത് എന്നല്ല, കഠിന പദങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇപ്പൊ ഞാനൊരു കവിത എഴുതുന്ന ആർദ്രം എന്ന് പറഞ്ഞിട്ടൊരു കവിത, ചെറിയ കവിത, 4 വരിയുള്ളൂ. കടുത്ത തോടിനകത്തൊളിക്കും കുളിർത്ത് നനുത്ത വാക്കാണ് ആർദ്രം എന്ന് പറഞ്ഞിട്ട്. അതായത് ഇളനീര് പോലെയാണ് ആർദ്രം. ഇളനീരിന്റെ പുറമെ നല്ല കട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ അകത്തേക്ക് ചെല്ലുമ്പോൾ വളരെ നല്ല സുഖമായിട്ടുള്ള ഇതല്ലേ.
നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അതുപോലെ ഒരു പദമാണ് ആർദ്രം. ആർദ്രം എന്ന് കേൾക്കുമ്പോൾ എഴുതുമ്പോഴൊക്കെ ഒരു സുഖമില്ലെങ്കിലും അതിന്റെ അർത്ഥം അത്ര നനുത്തതാണ് അല്ലെ, ആർദ്രത. അത് പകരുന്ന അതൊക്കെയാണ് മലയാള പദങ്ങളുടെ ഭംഗി. അതാണ് ഒരു ഭയങ്കര ട്രിക്കി ആയിട്ടും ഭയങ്കര രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏത് ഭാഷയിലും ഉണ്ട് അങ്ങനെയുള്ള പദങ്ങള്. നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നവര് അത് കണ്ടെത്തി തന്നെ വേണം. ഇപ്പൊ നമുക്ക് ചില പദങ്ങൾ ഭംഗിയുള്ളത് കിട്ടില്ല. ഇപ്പൊ ചില കവിത ഇത് എഴുതി വരുമ്പോൾ നിങ്ങൾക്കൊരു പദം കിട്ടുന്നില്ല, അതിന് കുറച്ചുകൂടി ഭംഗിയുള്ള പദം ഉണ്ടോ, നിങ്ങൾ അന്വേഷിക്കണം. അത് കവിയുടെ കടമ തന്നെയാണ്. അത് അന്വേഷിച്ച് പോവാൻ തന്നെ വേണം. അതുകൊണ്ട് കുറവൊന്നുമില്ല. ഇപ്പൊ എഴുത്തച്ഛനൊക്കെ ഇത്രയും അദ്ദേഹം പക്ഷെ ഗൂഗിൾ ചെയ്യാനോ വിക്കിപീഡിയ അല്ലെങ്കിൽ എന്താ ശബ്ദധാരാവലി ഒന്നും എടുത്തു വെച്ചിട്ടൊന്നും ആയിരിക്കില്ല എഴുതിയത്. അദ്ദേഹത്തിന് അത്രയും പദസമ്പത്ത് ഉണ്ടായിരുന്നോണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കണ്ട. നമുക്ക് പദങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അറിവുള്ളവരോട് ചോദിക്കാം. കുട്ടികളെ അല്ലെ, എഴുതി തുടങ്ങുന്നവരല്ലേ, നമുക്ക് അറിവുള്ളവരോട് ചോദിച്ചു അനുഭവമുള്ള. പിന്നെ ഒരുപാട് കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് കുറെ പദങ്ങൾ കിട്ടും. അങ്ങനെ ഭംഗിയുള്ള ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന പദങ്ങളെ അവിടെ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ മാറ്റി വെക്കുക തന്നെ വേണം. അതാണ് ഒരു കവിയുടെ, അത് കവിയുടെ കടമയാണ്, വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റില്ല. ഇത് എന്താ എഴുതി തുടങ്ങുന്നവര് പുതിയ കുട്ടികള് എന്താ അവരോട് എന്താ ക്രിസ്റ്റഫർ നോളന്റെ ഒക്കെ സിനിമകൾ കാണുന്ന കുട്ടികളാണ്. അവരോട് ഭാവന എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഭാവനയൊന്നും അല്ല അവർക്ക് ഉണ്ടാവുക. ഇപ്പൊ പുതിയ അവരുടെ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്നുണ്ടാവും ക്രിസ്റ്റഫർ ഇൻഡസ്ട്രിയലാറൊക്കെ കാണുന്ന കുട്ടികളായിരിക്കും. അവരോട് ഇങ്ങനെ ഈ എന്താ പൂമ്പാറ്റയുടെ ചെറുകടിയൊച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊന്നും വരാം. അവരുടെ ഭാവന അതിനും വലുതായിരിക്കും ചിലപ്പോ. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത്. പക്ഷെ അതും പഴയ ഈ താളത്തിൽ തന്നെയാണ് എനിക്ക് വന്നുള്ളൂ. ഗദ്യത്തിലും എഴുതാവുന്നതായിരിക്കാം ഒരു പക്ഷെ. ചെറിയ കവിതയാണ്, മാറ്റം എന്ന് പറഞ്ഞിട്ടൊരു കവിത. ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബോറടിച്ച് എല്ലാവരും ഉറങ്ങി ആവാം. ഇതും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്താം. ഓക്കെ. മാറ്റം എന്ന് പറഞ്ഞ കവിത ഇതാണ്. പഴയ മഴയും പുഴയും അധികം പഴകി മങ്ങിയ വെയിലും ഇനി പുതിയ നാമ്പുകൾ കണ്ട് കൊതിയോടെ ഓർത്തിരിക്കില്ല. പഴയ മഴയൊന്നും അല്ല, ഒക്കെ മാറിക്കഴിഞ്ഞു. അവർക്കറിയാം മാറിയേക്കും പരിക്രമണക്രമം. ഭൂമിയുടെ പരിക്രമണം പോലും മാറ്റം വന്നേക്കാം എന്നുള്ളത് അവര് അറിഞ്ഞു കഴിഞ്ഞു. അത് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുണ്ടാവും. അവരൊരു പുതിയ ഭൂമി തന്നെ ഉണ്ടാക്കുകയാണ് അതില്. ആ സിനിമ കണ്ടിട്ട് വന്ന വരികളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കവിതകൾ വരിക. അപ്പൊ നമുക്ക് ചില കാര്യങ്ങള് നമ്മളെ വല്ലാണ്ട് ഇങ്ങനെ ഒരു ഇമോഷണൽ ഒരു എന്താ പറയാ എക്സ്പ്ലോഷൻ അല്ലെ, അത് വരുമ്പോ നമുക്ക് അത് എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. അത് വരുമ്പോ മാത്രമേ എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടൊന്നും എഴുതണ്ട. അത് എഴുതാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോ മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ ഒരാള്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എഴുതണത്, എഴുത്തുകാരിയോടാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എഴുതണത് എന്ന് ചോദിച്ചപ്പോ എനിക്ക് എഴുതാണ്ടിരിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ആരാണ് റൈറ്റർ. ബിക്കോസ് ഐ കോൺ എന്ന് പറയുന്നത്, എഴുതാണ്ടിരിക്കാൻ എനിക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾക്കത് അറിയാമല്ലോ, എഴുതാണ്ടിരിക്കാൻ അറിയാമല്ലോ, ഭാഗ്യം എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഇമോഷണലി അതിനോട് നിൽക്കുന്ന ആളുകളാണ് എഴുത്തുകാരെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. ആ ആത്മാർത്ഥതയോടു കൂടി തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളെ സത്യസന്ധമായിട്ടും നീതിബോധത്തോടെയും നിങ്ങളുടെ ഭാവനയുടെ മുഴുവൻ നിറങ്ങളും ചാലിച്ച് ചേർത്ത് അത്ര ഭംഗിയിൽ ഏത് ഭാഷ നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഏത് ശൈലി നിങ്ങൾ ഉപയോഗിച്ചോളൂ, അത്രയും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും. വെറുതെ കവിയാവാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് എഴുതാണ്ടിരിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നു എന്നുള്ള മനസ്സോടെ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. ഇനി നിങ്ങൾക്ക്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. വിശ്വസാഹിത്യത്തിലൊന്നും അത്ര പിടിപാടൊന്നും ഉള്ള ആളല്ല. എനിക്ക് ചില കവികളുടെ ചില ഇഷ്ടമുള്ള കവിതകൾ വായിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഇംഗ്ലീഷ് സാഹിത്യവും വളരെ പരിമിതമാണ്, തുറന്നു പറയാണ്. സിവിയ പ്ലാത്തോ അങ്ങനെയുള്ള എന്താണ് ശോഭ അങ്ങനെ ചില ചുരുക്കം അങ്ങനെയുള്ള കുറച്ച് കവികളുടെ ചെറിയ ചില കവിതകൾ വായിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എനിക്ക് അത്ര അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിരാശ ഉണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങളൊരു പക്ഷെ അതൊക്കെ ധാരാളം വായിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്കും പറഞ്ഞു തരാം. നമുക്കിനി എന്താ അടുത്ത സെഷൻ എന്ന് വെച്ചാൽ അതിലേക്ക് പോവാം. സന്തോഷം. എനിക്ക് തോന്നുന്നത് വളരെ വിശദമായിട്ട് തന്നെ ഒരു കവിതയെ പറ്റി സ്വന്തം അനുഭവത്തെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ശ്രീമതി മഞ്ജു സംസാരിച്ചത്.
ആകെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം ഒരു പക്ഷേ മീഡിയം മലയാളത്തിലായതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഒരു കവിത എഴുതുമ്പോൾ എന്താണ് ആശയം നിങ്ങൾ പറയാൻ പോകുന്നത്, അതിനെപ്പറ്റി ധാരണയുണ്ടാക്കുക, അത് എങ്ങനെ അവതരിപ്പിക്കണം, ഏത് രീതിയിൽ ഏത് ശൈലിയിൽ അവതരിപ്പിക്കണം എന്നുള്ള കാര്യം ഉണ്ടാവുക. അത് ഏതു ഭാഷയിലും നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അത് താളം വേണമെന്നോ വൃത്തം വേണമെന്നൊന്നുമില്ല. പബ്ലോ നെരൂദയെ പോലുള്ള ആളുകളൊക്കെ ഇന്ന് നമ്മൾ പാടി നടക്കുന്നത് പല വരികളും കാലാനുവർത്തിയായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് തന്റെ അനുഭവങ്ങൾ കൃത്യമായി മനസ്സിൽ സ്വരൂപിക്കുക. അവസാനം പറഞ്ഞ നീതിബോധം, സമൂഹത്തോടും ജനതയോടും വേണ്ട നീതിബോധം മനസ്സിൽ വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് വയലാറും അല്ലെങ്കിൽ അങ്ങനെയുള്ള പലരും ഇന്നുണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കവിതകൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതിലിപ്പോ ഇവിടുത്തെ കുട്ടികളൊക്കെ വില്യം വേർഡ്സ്വർത്തിന്റെയോ ഷില്ലലിയോ കീറ്റ്സിന്റെയോ ഒക്കെ പുഷ്കിന്റെ ഒക്കെ കവിതകൾ വായിച്ചു വളർന്നതായിരിക്കാം. അപ്പൊ ഭാഷ എന്തോ ആയിക്കോട്ടെ, അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഐഡിയ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കവിത, എങ്ങനെ എഴുതണം എന്നതിനെ പറ്റി വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും അല്പസമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഏതെങ്കിലും തരത്തിലുള്ള കവിത എഴുത്തിനെ പറ്റിയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്പസമയം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. ആരാണ് ചോദിക്കുന്നത്? വിജയകുമാർ ചോദിക്കുന്നുണ്ടോ? ഇല്ല. ആരാണ് ചോദിക്കുന്നത്? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ അത്രയും വ്യക്തമായിരുന്നു നമ്മുടെ ഗസ്റ്റ്. വളരെ ഗസ്റ്റ് എന്ന് ഞാൻ വിളിക്കുന്നത് തെറ്റാണെങ്കിൽ തന്നെയും നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ തന്നെയും അവര് ചോദ്യങ്ങള് വരുന്നുണ്ട് തോന്നുന്നു ചാറ്റില്. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഒരു മത്സരത്തിന് എത്ര വരികൾ വേണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, നിങ്ങൾ കുഞ്ഞിനി മാഷാവും അല്ലെ? എന്നോടാണ് ചോദ്യം നിങ്ങളോടാണ്. ആണ്, പക്ഷെ അത് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. ഞങ്ങൾ നിബന്ധനകൾ വെക്കാറില്ല. ഓക്കെ, മത്സരങ്ങളിലൊക്കെ തോറ്റു മാറിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയുമ്പോൾ എത്ര വരികൾ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അവരെ ആരാണോ മത്സരം നടത്തുന്നത് അവര് ചില നിബന്ധനകൾ വെക്കുമല്ലോ. അതനുസരിച്ച് അതിന്റെ ഒരു പരിമിതിയുമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള മത്സരങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് കടന്നു വരാനുള്ള ഒരു അല്ലേ, അതിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്വയം പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരമാണിത്. അങ്ങനെ മാത്രം മത്സരങ്ങളെ കണ്ടാൽ മതി. അപ്പൊ എത്ര വരി എഴുതാമെന്ന് അവര് പറയണമെന്ന് വെച്ചാൽ അത്രയും വരികൾ എഴുതി കൊടുക്കേണ്ടി വരും. നടത്തുന്ന ആളുകൾ, മത്സരം കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന വരി എത്രയാണോ അത് തന്നെ എഴുതേണ്ടി വരും. അത് മത്സരങ്ങളുടെ പരിമിതിയാണത്. മത്സരം വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് പിന്നെയാണ്. നിങ്ങൾക്ക് മത്സരിക്കാതിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള മത്സരങ്ങൾ നടത്തുമ്പോഴാണ് പല പ്രതിഭകളെ തിരിച്ചറിയണതും ഒക്കെ. അപ്പൊ അവർക്കതൊരു നല്ല അവസരമായതുകൊണ്ട് പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. മത്സരങ്ങളില്ലെങ്കിലും കവിതകൾ ഉണ്ടാവും. ഇനി വൃത്തം, കാകളി തുടങ്ങിയവ എങ്ങനെ നോക്കണം? വൃത്തം ബേസിക് ആണെന്നാണ് ചോദ്യം തോന്നുന്നു. വെരി ഗുഡ്. അത് എല്ലാവരും ചോദിക്കുന്നതാണ്. വൃത്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അളവുകളും കണക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ മതി. നമ്മുടെ 20-ാം നൂറ്റാണ്ടിനോട് കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നമ്മുടെ കവിത. അതുകൊണ്ട് ഈ വൃത്ത രീതികളിൽ നിന്ന് പോലും നമ്മൾ വിടുതൽ നേടിക്കഴിഞ്ഞു. എത്ര നല്ല കവിതകളാണ്. സച്ചിദാനന്ദൻ മാഷിന്റെയൊക്കെ കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കുമോ? ഇല്ല. ശശിയേട്ടൻ പറഞ്ഞ പോലെ നെരൂദയുടെ കവിതകളൊക്കെ പരിഭാഷപ്പെടുത്തി പദ്യത്തിൽ പരിഭാഷപ്പെടുത്തുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള പരിഭാഷകളും വായിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതലും ഗദ്യമായിട്ടുള്ള കവിതകളാണ്, ഗദ്യ രീതിയിലാണ്. വൃത്തമൊന്നും നോക്കാണ്ട് പരിഭാഷപ്പെടുത്തിയത് നമുക്ക് ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഈ ലോക കവിതകളൊക്കെ നമ്മുടെ ഇതിലേക്ക് വരുന്നത് അങ്ങനെ ആ രീതിയിലാണ്. അതുകൊണ്ട് വൃത്തത്തെ കുറിച്ച് വൃത്തം പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ
ഇങ്ങനെ ഒരു മലയാള കവിതയിലെ ഈ വൃത്ത ഭംഗിയും ഇതൊക്കെ ഉള്ളതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രിക്കാണ്, ഒരു മാജിക്, ഒരു രസമാണത്. മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഇതാണ്. അതിന്റെ ഒരു ഭംഗി, എന്താ പറയാ, ഒരു രസമുള്ള വശം എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടാവും, നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കും. അവിടെ എന്താ വെച്ചാൽ നമുക്കൊരു താളം ഒളിപ്പിച്ചു വെക്കാൻ അതില്. കവിതയില് നമ്മൾ എഴുതുന്ന റിതം അതൊരു പ്രധാന സംഗതിയാണ്. താളം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാന സംഗതിയാണ്. അതിന് വളരെ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റും. നമ്മൾ പറയുന്ന പോലെയല്ല, ഒരു പാട്ട് നമ്മുടെ അടുത്തേക്ക് വരിക അല്ലേ. അതിനു വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു അളവ് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വൃത്തങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഇത് ഈ മുമ്പ് വായിച്ച കവിതകളുടെ ആ ഒരു ഇത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു താളത്തിലാണ് എനിക്ക് കവിത. ഇപ്പം ONV കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറഞ്ഞ കവിത ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള കവിതയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അതങ്ങനെ തന്നെയാണ് വരിക. അദ്ദേഹത്തിന് ആ താളം വന്നത് ഒരു ട്രെയിൻ യാത്രയിലാണെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിന്റെ താളമില്ലേ, തീവണ്ടി പോകുന്ന ആ താളം, ആ താളത്തിലാണ് അദ്ദേഹത്തിന് ആ വരി വന്നത് എന്നാ പറയണേ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അപ്പൊ എന്താ, അങ്ങനെ എഴുതാം, അങ്ങനെ എഴുതുന്നത് തെറ്റല്ല. അങ്ങനെ എഴുതിയില്ല എന്ന് വിചാരിച്ചാൽ അത് കവിതയല്ലാണ്ടും ആവുന്നില്ല. നമുക്ക് നമ്മുടെ ഏതാണോ എളുപ്പമുള്ള കണക്ക്, ആ കണക്ക് നമുക്ക് ഉപയോഗിച്ച്, അങ്ങനെ എഴുതാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതാണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് സച്ചിദാനന്ദ മാഷിന്റെയൊക്കെ കവിതയിൽ താളമുണ്ട്. അത് നമ്മൾ ആ വായിക്കുമ്പോൾ ആ റിതം വായിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എഴുതുക. നമ്മൾ ഒരുപാട് കവിതകൾ വായിക്കണം, നിർബന്ധമല്ല, എഴുതാം. അതിനോട് ചേർത്ത ഒരു എന്താണ് ഈ ചോദ്യം, ഒരു കവിതയ്ക്ക് എത്ര പാരഗ്രാഫ്, കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ട് സ്റ്റാൻസ എന്നല്ലേ നമ്മൾ കവിതയ്ക്ക് പറയാം, എത്ര സ്റ്റാൻസ വേണം? അതുപോലെ തന്നെ അവസാനത്തിന്റെ അവസാന വരികൾ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്യണം നിർബന്ധമുണ്ടോ? അയ്യോ, അത് പ്രധാനമാണ്. രണ്ടും അഡ്രസ് ചെയ്തോ. ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യല്ല സത്യത്തില്, ഇതിന് ചേരുന്ന ഒരു ടോപ്പിക്. അതായത് ഈ ഇത് വായിക്കുന്ന ആളെ ഉദ്ദേശിച്ചാണ്. നമുക്ക് കവിക്ക് ശരിക്കും ടോപ്പിക്കിന്റെ ആവശ്യമുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമല്ലേ. നമ്മളൊരു കവിത പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തെ ഭാവനയൊക്കെ ചേർത്ത് ഭംഗിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരാളോട് അത് കാണിക്കുന്ന സമയത്താണ് ഈ തലക്കെട്ട് വരിക. ടൈറ്റിൽ തീർച്ചയായിട്ടും ആ കണ്ടന്റുമായിട്ട് അത്രയും ആ കണ്ടന്റിലേക്ക് ആകർഷിക്കുന്ന ഒരു തലക്കെട്ടായിരിക്കണം അതില്. അത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ വേണമെങ്കിൽ ഇതിലുള്ള ഒരു വരി എടുക്കാം, അതല്ലെങ്കിൽ ഇതിനോട് ആ ആശയം എന്താണോ അതിനോട് ചേരുന്ന അർത്ഥമുള്ള ഒരു വാക്ക് കൊടുക്കാം. എന്തായാലും തലക്കെട്ട് പ്രധാനം തന്നെയാണ്. പിന്നെ എത്ര സ്റ്റാൻസ് വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് മത്സരത്തിലാണ് ഈ പറഞ്ഞ പാടൊക്കെ വരുന്നുള്ളൂ. മത്സരത്തിൽ അവര് പറയും ഇത്ര വരി വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അതിനെ മുറിച്ച് ആക്കാം. സമയം അതൊക്കെ അനുസരിച്ചിട്ടാണ് എഴുതുക. അതുകൊണ്ട് നമ്മുടെ മത്സരത്തിൽ അങ്ങനെ നിർബന്ധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വളരെ നല്ല കാര്യമാണ്. നിബന്ധനകൾ കൊടുക്കരുത്. കാരണം കവിതയ്ക്കൊക്കെ അങ്ങനെയൊന്നും പാടില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർക്ക് എഴുതാൻ പറ്റണം. കുറച്ച് അധികം സമയമൊക്കെ കൊടുക്കുക. 1 മണിക്കൂറൊന്നും സമയമുണ്ട്. 1 മണിക്കൂറേ ഉള്ളൂ സമയം. അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക, ഏറ്റവും ലാവിഷായിട്ട് അവർക്ക് സമയം കൊടുക്കുക, ആലോചിക്കാനൊക്കെ. അപ്പൊ സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ തീരുമാനിക്കുകയാണ്. നമുക്ക് ഇത്ര മത്സരത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. മത്സരം നടത്തുന്നത് ആരാണോ അവർക്ക് കീഴ്പ്പെട്ടേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം ഒന്നും അവിടെ ഇല്ല. നമ്മളത് അനുസരിച്ച് അവര് 12 വരി വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4 വരി വീതമായിട്ട് തിരിച്ച് നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കും. ഞാൻ മത്സരത്തില് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഓൺലൈനിൽ ചില മത്സരങ്ങൾക്ക് അയക്കണം. അപ്പൊ എഴുതി വെച്ച കവിത ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് എനിക്ക് സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. അയച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ മത്സരത്തിന് പോയി കഴിഞ്ഞാൽ നടക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എഴുതാൻ അറിയില്ല. 1 മണിക്കൂറിനുള്ളിൽ ഇന്ന ഒരു വിഷയത്തെ കുറിച്ച് എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ആ വിഷയത്തിന്റെ പേര് വേണമെങ്കിൽ എഴുതി പോരാന്നല്ലാണ്ട് എനിക്ക് വരുന്നു തോന്നണില്ല. ഇതൊക്കെ അങ്ങനെ വരുന്ന ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ എഴുതാൻ കഴിയുന്നവർക്ക് അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. അത് നല്ലതുമാണ്. അങ്ങനെ കഴിയുന്നവർ ചെയ്തോട്ടെ. എനിക്കതിനൊരു വിരോധമൊന്നുമില്ല. ചെയ്യാൻ കഴിവുള്ളവർക്ക് അത് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഈ സ്റ്റാൻസൊക്കെ അത്രയേ ഉള്ളൂ. നമ്മുടെ ആശയം അതിൽ മുഴുവൻ വരുന്നുണ്ടോ അതനുസരിച്ച് നമ്മൾ ഇരിക്കുക. ചിലപ്പോ ഒരൊറ്റ വരിയിൽ ഒരു കവിത, വലിയൊരു കവിത ഉൾക്കൊള്ളും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കുഞ്ഞുണ്ണി മാഷൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പില്. അതെ 2-3 വാക്കുകൾ കൊണ്ട് വലിയൊരു പിക്ചർ നമുക്ക് തരും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ആ ആശയം
എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് പ്രധാനം. അതിന് നിങ്ങൾക്ക് ചിലപ്പോ 400 വരി വേണമെങ്കിൽ അത് തന്നെ എടുക്കേണ്ടി വരും. 400 വരി എഴുതേണ്ടി വരും. കവിയുടെ സ്വാതന്ത്ര്യം അതാണ്. അതിനോട് ചേർത്ത് വെക്കാവുന്ന വേറെ ചോദ്യം, കവിതയുടെ യഥാർത്ഥ അർത്ഥം നേരിട്ട് എഴുതുന്നത് ആകർഷകമാണോ, അതോ വായനക്കാരന് അത് കണ്ടെത്തുന്നതിനായി കവിതയിൽ അർത്ഥം മറച്ചു വെക്കണോ? ആർക്ക് വേണ്ടിയാണ് നമ്മൾ എഴുതണേന്ന് അല്ലെ? ഞാൻ ആദ്യം പറഞ്ഞ കവിത നമ്മൾക്ക് വേണ്ടി എഴുതിയാൽ മതി. നമുക്ക് എഴുതുന്ന ആളുടെ സംതൃപ്തി തന്നെയാണ് പ്രധാനം. അത് വായിക്കപ്പെടുമ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് എഴുതുക. നമ്മുടെ അനുഭവം എന്താ, ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. വായനക്കാരന് വേണ്ടിയിട്ട് കവി കോംപ്രമൈസ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. വായനക്കാരൻ അതനുസരിച്ച് എത്രയോ കോടി കവിതകൾ വരുന്നുണ്ട്. വായനക്കാരൻ കണ്ടുപിടിച്ച് വായിച്ചോട്ടെ, അതിന് അവന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കവിത മാറ്റി വെച്ചോട്ടെ, അത് ഇഷ്ടമുള്ളവർ വായിച്ചാൽ മതി. അങ്ങനെ വരണം. കവിയുടെ ഓരോ കവിക്കും അതല്ല ഉദ്ദേശിച്ചത്. ഈ നമ്മള് പറയുന്ന ആശയം കവിതയെ കൊണ്ട് വ്യക്തമായിട്ട് പറയണോ, അത് ഗുപ്തമായിട്ട് വെച്ചുകൊണ്ട് വായനക്കാരൻ അത് ഊഹിച്ചെടുത്തോട്ടെ എന്ന് വെക്കണോന്ന്? ധ്വനിപ്പിച്ചാ മതിയോന്ന്. അതൊക്കെ കവിയുടെ മാജിക് ആണ്. അത് കവിയുടെ ഒരു ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ വലിയൊരു ഇത് വരണതാണ് ഇപ്പൊ നമ്മുടെ ചില എന്താ പറയാ സമൂഹത്തിൽ വലിയ ഇഷ്യൂ ആവുന്ന വലിയ മുമ്പ് പറഞ്ഞ വാക്കല്ലേ വ്രണപ്പെടുന്ന പ്രശ്നമൊക്കെ വരുന്നത് ഇത് ചിലത് തുറന്നു പറയേണ്ട കാര്യമില്ല എന്നാണ് എന്റെ പക്ഷം. ചിലത് ധ്വനിപ്പിച്ചാൽ തന്നെ മതി. അതാണ് അതിന്റെ ഭംഗി. നേരിട്ട് പറയുന്നതിന് എന്തായാലും ഒരു രസമല്ല. എന്നാ പിന്നെ കവിത ഉണ്ടല്ലോ, നേരിട്ട് പറയാൻ ആർക്കും പറ്റില്ലേ. കവികള് കുറച്ചൊന്ന് ഭംഗിയാക്കി തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അത് എക്സ്പെക്ട് ചെയ്യും തോന്നുന്നു വായനക്കാരനും അല്ലേ? പക്ഷെ ചില ആശയങ്ങള് ചില ആശയങ്ങൾ ചിലപ്പോ നമുക്ക് തുറന്ന് അങ്ങനെ ഒരു അതുപോലെ എഴുതേണ്ട സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വിട്ടുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയണേ. പക്ഷെ ഇങ്ങനെ ഒളിപ്പിച്ച് പറയുന്നതിൽ ഒരു ഭംഗിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒളിപ്പിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു മനഃപൂർവ്വം ഒരു നിഗൂഢത സൃഷ്ടിക്കണം എന്നല്ല. ചില പദങ്ങൾക്ക് പകരം ചില യൂസേജിന് പകരം ഇപ്പൊ എന്തായാലും പറയാ, അതിനാണല്ലോ നമുക്ക് ചില ഉപമകൾ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത്. നേരിട്ട് പറയാണ്ട് ഒരു ധ്വനിപ്പിച്ച് പറയാ, അതിനൊരു കൂടുതൽ ഭംഗിയുണ്ട്. അങ്ങനെ ഒരു സങ്കേതം നമുക്കുണ്ട്. പിന്നെന്താ, അത് ഉപയോഗിക്കുന്നത് ഭംഗിയാണ്. ഇപ്പൊ ഭൂമിക്കൊരു ചരമഗീതത്തിൽ പറഞ്ഞ മാതിരി തന്നെ അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി, അത് ഇഡിപ്പസ് ആയിരുന്നു എന്നുള്ളത് ഇതിലത്തെയാണെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത്ര ധ്വനികൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാൻ അത് പറയുന്നതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് പഠിക്കാൻ അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കവിതകൾ വായിക്കുന്നത് നമുക്കത് അങ്ങനെ കുട്ടികൾ അത് തന്നെയാ ചെയ്യുന്നത്. ഒരുപാട് കവിതകൾ കേൾക്കണം. ഇപ്പൊ അവർക്ക് ഒരുപാട് കേൾക്കാൻ സൗകര്യം ഉണ്ടല്ലോ, യൂട്യൂബിലൊക്കെ ആയിട്ട് ഒക്കെ ധാരാളം കവിതകൾ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ ഉപയോഗിക്കണം. വിക്കിപീഡിയയിൽ പോയിട്ട് ഈ കവിതകളൊക്കെ വായിക്കാം. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ഒക്കെ വായിക്കാൻ പറ്റുന്ന കുട്ടികളല്ലേ. എത്ര ഭാഗ്യ. ഹിന്ദിയിലൊക്കെ ഒരുപാട് കവിതകളൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ വായിക്കാം. അപ്പൊ നല്ല കവികൾ ഉണ്ടാവും. ഇനി ആർക്കാണ് ചോദിക്കേണ്ടത്? എന്തായാലും കുറച്ചുകൂടെ ഈ ചോദ്യങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കാര്യമായിട്ട് നമ്മൾ കടന്നു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം ഏകദേശം നമ്മുടെ സമയം എത്താറായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് വളരെ വിശാലമായിട്ട് മുമ്പ് തന്നെ ഒരുപാട് ഈ കവിത എന്താണെന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടത്. എഴുതുന്ന ആള് അല്ലെങ്കിൽ നമ്മളെല്ലാവരും വായന വളരെ ഇമ്പോർട്ടൻ്റ്. ഏത് ഭാഷയിലായാലും ശരി, വായിക്കുക, അനുഭവങ്ങൾ എന്താണെന്ന് സ്വരൂപിക്കുക, അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുക, അതിൽ കവിത്വം വരിക തന്നെ വേണം എന്നുള്ളത്. അതിപ്പോ പറഞ്ഞ മാതിരി പലരുടെയും ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു. ഇംഗ്ലീഷിലാണെങ്കിൽ അത് നമുക്കും അറിയാം, ഹിന്ദിയിലാണെങ്കിലും തന്നെ പ്രേംചന്ദ്രൻ അല്ലെങ്കിൽ അജ്ഞയനെ പോലുള്ള ഹരിവംശറായ ബച്ചന്റെ ജന്മദിനാണ് തോന്നുന്നു, ഇന്നലെ ഒറ്റയായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള കവിതകളും ഒക്കെ നമുക്കറിയാം. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അത് എങ്ങനെ ഒരു കവിതയെ സമീപിക്കണം, ഹൗ ടു അപ്രോച്ച് ദ ഐഡിയ ഓഫ് പോയം റൈറ്റിംഗ് എന്നുള്ള കാര്യത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഐ തിങ്ക് ഷീ എക്സ്പ്ലെയിൻഡ്, ആൻഡ് ഐ തിങ്ക് ഓൾ ഓഫ് യു ഗെറ്റ് സം ഇൻപുട്സ് ഹൗ ടു റൈറ്റ് പോയംസ് ഏത് ഭാഷയിലായാലും. എന്തായാലും സന്തോഷമുണ്ട്. ഇതിന്റെ ഞങ്ങളുടെ കടമയുണ്ട് ഔപചാരികമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ കവിതയെ സ്നേഹിക്കുന്ന, അത്യാവശ്യം കവിത ചൊല്ലുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിനും എന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശ്രീ നാരായണനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ,
when the going gets tough, the tough gets going. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സർഗോത്സവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് നമ്മുടെ ആ ഒരു മെന്റൽ ടഫ്നെസ് കൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ രീതിയിൽ ഇത്രയും വിജയപ്രദമായ രീതിയിൽ പരിപാടികൾ ആസ്വദിക്കും. ഇത് തന്നെ ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 5 തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നടത്തി. അത് മത്സരത്തിന് അപ്പുറത്തേക്ക് അവരുടെ ഈ ബോധതലത്തെയും ഭാവനയെയും ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപന്യാസം, കഥാരചന, കാർട്ടൂൺ, പ്രസംഗം, അതുപോലെ ഇപ്പൊ കവിത, ഇത്രയും ഇത് നടത്തിയ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്നുള്ളത് തന്നെയാണ് അതിന്റെ. പിന്നെ കവിതയെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ഇവിടെ മാഡം പറഞ്ഞ കുറെ കാര്യങ്ങൾ, കവിതയുടെ ചരിത്രം പറഞ്ഞു, രാമചരിത മാനസത്തിലൂടെ തുടങ്ങി കുമാരനാശനിലൂടെ എങ്ങനെ വന്ന് 20-ാം നൂറ്റാണ്ടിൽ സ്വതന്ത്രമായി പോകുന്ന കവിതയാണ്. എനിക്ക് തോന്നുന്നു ഈ കവിതയുടെ ചില ഗുണങ്ങൾ, ഒരു കാര്യം ശരിയാണ്, നമുക്ക് കവിത എഴുതണമെന്ന് നിർബന്ധം ഉള്ളപ്പോൾ മാത്രമേ എഴുതാവൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ശരിയാണ്, അല്ലാതെ നമ്മൾ നിർബന്ധിക്കപ്പെട്ട് എഴുതുന്നത് ശരിയല്ല. മത്സരങ്ങൾക്ക് എഴുതേണ്ടി വരും, അത് വേറെ വിഷയം. വളരെ ചെറിയ വരികളിലൂടെ വലിയ ആശയങ്ങൾ കൊണ്ടുവരികയാണ്. ONV ഒക്കെ ഗുരു എന്നൊക്കെ പറയുന്ന കവിതയില് വാളിനെ വണങ്ങായിക വാക്കതിൻ മീതയല്ലോ വാക്കിനെ സ്നേഹിക്കുക പറഞ്ഞു തന്നു ഗുരു. 4 വരികൾ, അത് വേണമെങ്കിൽ 2 വരികളെന്ന് തന്നെ പറയാം. വാളിനെ വണങ്ങായിക വാക്കതിൻ മീതയല്ലോ വാക്കിനെ സ്നേഹിക്കുക പറഞ്ഞു തന്നു ഗുരു. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഇംഗ്ലീഷിൽ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു കവിതയുടെ ഒരു 4 വരികളുണ്ട്. അത് ഇംഗ്ലീഷിലെ അദ്ദേഹത്തിൻ്റെത്. അതിന് നമ്മുടെ കടമ്മനിട്ട് രാമകൃഷ്ണൻ അതിന് ഒരു 4 വരികൾ അതിന്റെ ട്രാൻസ്ലേഷൻ കൊടുക്കുന്നു. Woods are lovely, dark and deep, but I have promises to keep. 10 miles to go before I sleep, 10 miles to go before I sleep. അല്ലെങ്കിൽ മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റ് നിദ്രയിൽ ലയിപ്പതിന് മുൻപിലായി അനേക ദൂരമുണ്ട് എനിക്ക് അവിശ്രമം നടക്കുക. ഇങ്ങനെ വയലാറിന്റെ ആവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഈ സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അങ്ങനെ കവിത മുഴുവൻ ചെല്ലുന്നില്ല. പക്ഷേ ഈ കവിതകൾക്ക് മറ്റുള്ള ഈ സാഹിത്യ സങ്കേതങ്ങളിലൊക്കെ കൂടുതൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ഇതുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് മാഡം അവരുടെ ആശയങ്ങൾ പറഞ്ഞു, ശശികുമാറും കുറെ പറഞ്ഞു. അതിൽ കൂടുതൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കി വളരെ കൃത്യമായ രീതിയിൽ ചിന്തിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളൂ. കൂടുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനൊരു കണ്ടീഷൻസ് വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ മാമ്പഴം കുറെ കാലത്തിന് ശേഷം അതിലെ കുറച്ച് വരികൾ, അത് എപ്പോ കേൾക്കുമ്പോഴും ഒരു ഡ്രോപ്പ് ഓഫ് ടിയർ വരാറുണ്ട്. അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഈ കുറെ കാലത്തിന് ശേഷമാണ് കവിതയെ പറ്റിയിട്ടുള്ള ഒരു സംഭാഷണം. ഞാൻ എൻ്റെ പേഴ്സണൽ പറയുന്നത്. വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ കുട്ടികളോട്, സംഘടനയോട് നന്ദി. അതുപോലെ കുട്ടികൾക്കും സംഘടനയ്ക്കും വേണ്ടി ഞാൻ മഞ്ജു വൈഖരി മേഡത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളോടും നിങ്ങൾക്ക് ഈ മത്സരത്തിനെന്നല്ല ഇതിനപ്പുറത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആശംസ. കാരണം ഇതിലേക്ക് ഒരു താല്പര്യം വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹിത്യത്തിനോടും കലയോടും ഒക്കെ ഉള്ള ഒരു താല്പര്യമുള്ള ഒരു സമൂഹത്തിന്റെ ഇത് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മൾ മിക്കവാറും ഈ വളരെ മെക്കാനിക്കലായി ഓൺലൈനിലുള്ള ജീവിതത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കൂടുതൽ മത്സരത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനി അടുത്ത് വരുന്ന 2 ദിവസങ്ങൾ ശനിയും ഞായറുമാണ് നമ്മുടെ ഈ വർഷത്തെ സർഗോത്സവത്തിന്റെ അവസാനത്തെ 2 ദിവസങ്ങൾ. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. മാഡത്തിന് പ്രത്യേക നന്ദി. ഓവർ ടു യു വിനോദ്.